അസ്സലാമു അലൈക്കും. അമ്പങ്ങൊന്ന് കോയാക്കയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുർആനും ഹദീസും എടുത്തുദ്ധരിച്ച് അമ്പങ്ങൊന്ന് കോയക്കയുടെ സന്ദേശം. അമാനത്ത് അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനൊരുവനുമായ അള്ളാഹു പറയുന്നു, മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവനെ നാം മുമ്പ് സൃഷ്ടിച്ചത് അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. സൂറത്തു മറിയം 67. പറയത്തക്ക ഒരു വസ്തുവേ ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യരെ സംബന്ധിച്ചേടത്തോളം കഴിഞ്ഞു പോയിട്ടുണ്ടോ? സൂറത്തു ദഹ്ർ 1. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അവ രണ്ടിനും ജീവവസ്തുക്കളെ വ്യാപിപ്പിച്ചതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സൂറത്തു ശുറ 29. തീർച്ചയായും ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മേൽ ഈ അമാനത്തെ നാം എടുത്തു കാണിച്ചു. അപ്പോൾ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെക്കുറിച്ച് അവ ഭയപ്പെടുകയും ചെയ്തു. മനുഷ്യനാകട്ടെ അത് ഏറ്റെടുത്തു. തീർച്ചയായും അവൻ വലിയ അക്രമിയും അജ്ഞനുമാകുന്നു. സൂറത്തുൽ അഹ്സാബ് 72. അല്ലാഹു അവന്റെ അടിമകൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു നൽകിയ സമ്പത്ത് എന്നാണ് അമാനത്ത് എന്ന പദത്തിനർത്ഥം. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്ലാമിക ശരീഅത്താണ്. ആകാശഭൂമികളും പർവ്വതങ്ങളും ഭീമാകാരങ്ങളാണെങ്കിലും ഇസ്ലാമിക ശരീഅത്ത് ഏറ്റെടുക്കാനുള്ള കഴിവും പ്രകൃതിപരമായ സന്നദ്ധതയും അവയ്ക്കില്ല. മനുഷ്യൻ അവയേക്കാൾ ചെറിയ ജീവിയാണ്. എങ്കിലും ഇസ്ലാമിക ശരീഅത്ത് ഏറ്റെടുക്കാനുള്ള കഴിവും സന്നദ്ധതയും അവനുണ്ട്. മനുഷ്യന്റെ വിശേഷ ബുദ്ധിയും വിവേചന ശക്തിയുമാണ് ഈ സന്നദ്ധത അവന് നൽകിയത്. അതുകൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ വിളംബരം ചെയ്ത ഈ അമാനത്ത് അള്ളാഹു മനുഷ്യന് നൽകി. മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റെടുത്തതു പ്രകാരം അത് സൂക്ഷിച്ചും ജീവിക്കൽ മനുഷ്യന്റെ ബാധ്യതയാണ്. പക്ഷേ മനുഷ്യൻ പൊതുവെ അക്രമിയും അജ്ഞനുമാണെന്നതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. കപട വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുകയും സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയുമാണ് അതിന്റെ അന്തിമ ഫലം. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നു. ഇസ്ലാമിക ശരീഅത്താകുന്ന അമാനത്ത് അള്ളാഹു മനുഷ്യർക്ക് ഖുർആൻ മുഖേന ഏൽപ്പിച്ച ഈ സമ്പത്ത് ഏറ്റെടുത്തതിന്റെ അന്തിമ ഫലം എന്താണ്? അവിടെ വിശ്വാസികളോ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരോ ആയ സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുകയും സത്യവിശ്വാസികളും സന്മത്തരുമായ സ്ത്രീ പുരുഷന്മാരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും അവരെ ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതിൽ ഏത് ഗണത്തിലാണോ താൻ ഉൾപ്പെടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ സ്ത്രീയും പുരുഷനും തന്നെയാണ്. അള്ളാഹുവിന്റെ അമാനത്ത് ഏറ്റെടുക്കുക വഴി വമ്പിച്ച ഉത്തരവാദിത്വമാണ് മനുഷ്യരിൽ അർപ്പിതമായതെന്ന് അള്ളാഹു ഈ ഖുർആനിക വചനത്തിലൂടെ ഉണർത്തുന്നു. തീർച്ചയായും വളരെ വളരെ ഗഹനമാണ് ഈ വചനം. കടലാസുകളും വരികളും എത്ര തന്നെ ചെലവഴിച്ചാലും ഇതിന്റെ ആശയങ്ങൾ പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമിക ശരീഅത്തിനെ അഥവാ ഇസ്ലാമിക ജീവിത രീതിയെ അല്ലാഹു ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മേൽ അത് ഏറ്റെടുക്കാനായി കാണിച്ചു. അത് ഏറ്റെടുത്തില്ല, മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യന് അള്ളാഹു നൽകിയ ഓരോ കാര്യവും സൂക്ഷ്മതയിൽ ചിന്തിച്ചു അവയുടെ നന്മയും തിന്മയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നൽകിയ അറിവും ബുദ്ധിയും ഈ പ്രപഞ്ചത്തിലെ ഇതര സൃഷ്ടികളും പ്രതിഭാസങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് ഇവിടെ ശ്രദ്ധാ വിഷയം. ആകാശഭൂമികളും പർവ്വതങ്ങളുമെല്ലാം വലിയ സൃഷ്ടികളാണെങ്കിലും അവയുടെ പ്രകൃതി ഈ ശ്വാസന ഭാരം ഏറ്റെടുക്കാൻ പറ്റിയതല്ലെന്നു നാം നേരത്തെ സൂചിപ്പിച്ചു. അവയെ അപേക്ഷിച്ച് മനുഷ്യൻ വളരെ ചെറിയ ജീവിയാണെങ്കിലും മനുഷ്യന്റെ പ്രകൃതി വേറെയാണല്ലോ. മനുഷ്യൻ രണ്ട് കാരണങ്ങളാൽ ശരീഅത്താകുന്ന അമാനത്തിനെ ഏറ്റെടുക്കേണ്ടി വന്നു. ഒന്ന്, ശരീഅത്താകുന്ന അമാനത്തിനെ ഏറ്റെടുക്കാനുള്ള വിശേഷ ബുദ്ധിയും വിവേചന ശക്തിയും മനുഷ്യന് അല്ലാഹു നൽകിയിരിക്കുന്നു.
രണ്ട്, അജ്ഞതയും അക്രമവാസനയും മൂലം മനുഷ്യൻ വഴി തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതയുണ്ട്. അവനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ശരീഅത്ത് അഥവാ ഇസ്ലാമിക നിയമവാഴ്ചയും അതിനോടുള്ള അകൈതവമായ കൂറും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ശരീഅത്താകുന്ന അമാനത്തിനെ മനുഷ്യൻ ഏറ്റെടുത്തു കഴിഞ്ഞതിനാൽ അതിനെ കാത്തു സൂക്ഷിക്കുകയും അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അർപ്പണ ബോധത്തോടെ ജീവിക്കുകയും ചെയ്യേണ്ട ബാധ്യത മനുഷ്യ ജിന്നുവർഗങ്ങൾക്കുണ്ട്. എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത്. സൂറത്തുൽ ദാരിയാത്ത് 56. ഇവിടെ അമാനത്ത് കൊണ്ട് ഉദ്ദേശം അഖില ലോക സൃഷ്ടാവും സന്ദർശകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അള്ളാഹു മനുഷ്യവർഗങ്ങൾക്കും ജിന്നുവർഗങ്ങൾക്കും നൽകിയ മതശ്വാസനകളാണ്. കണ്ണ്, ചെവി, നാവ്, കൈ, കാൽ ഇതെല്ലാം തന്നെ അമാനത്തുകളാണ്. ഇവയെല്ലാം അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ച് സൂക്ഷിക്കേണ്ടത് മനുഷ്യരുടെയും ജിന്നുകളുടെയും ബാധ്യതയുമാണ്. ഈ അമാനത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചു മനുഷ്യർ അജ്ഞനായിരുന്നു. മനുഷ്യേതര വസ്തുക്കൾ അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുകയും തങ്ങളുടെ അശക്തത സ്വയം ബോധ്യമായതിനാൽ അത് ഏറ്റെടുത്തു നിർവഹിക്കുന്ന കാര്യത്തിൽ വിസമ്മതം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മനുഷ്യൻ അത് സാധിച്ചില്ല. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ അവയുടെ അവകാശികൾക്ക് തിരികെ കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിപൂർവം വിധിക്കാനും എത്ര നല്ല ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. സൂറത്തു നിസാ 58. അതായത് വിശ്വാസിച്ചേൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കുക മതപരമായ കാര്യമായാലും ഭൗതിക കാര്യമായാലും എല്ലാത്തിലും അമാനത്ത് യഥാവിധി നിർവഹിക്കണമെന്ന് വിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം മക്കയിൽ പ്രവേശിച്ചപ്പോൾ കഅബയുടെ സൂചിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹ കഅബ പൂട്ടി താക്കോലുമായി പോയി. താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ തൽഹ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തിരിക്കുകയും താക്കോൽ കൈവശപ്പെടുത്തുകയും കഅബ തുറക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നപ്പോൾ കഅബയുടെ താക്കോൽ തന്നെ ഏൽപ്പിക്കണമെന്നും കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നതിനുള്ള അധികാരവും പാനജലം നൽകുന്നതിനുള്ള അവകാശവും സിഖായ തനിക്ക് നൽകണമെന്നും ഉസ്മാൻ ഇബ്നു തൽഹ അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് ഈ വാക്യം അവതരിച്ചത്. താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹയ്ക്ക് തന്നെ കൊടുത്ത് ക്ഷമാപണം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. ബലപ്രയോഗത്തിലൂടെ അത് കൈക്കലാക്കി ഇപ്പോൾ ക്ഷമാപണം നടത്തുകയാണോ എന്ന് ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ താങ്കളുടെ അവകാശം ശരിവെച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചു എന്ന് പറയുകയും ഖുർആൻ വചനം ഓതി കേൾപ്പിക്കുകയും ചെയ്തു. ഉടനെ ഉസ്മാൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. കഅബയുടെ താക്കോൽ സൂക്ഷിക്കാനുള്ള അവകാശം ഇന്നു മുതൽ എക്കാലവും ഉസ്മാന്റെ സന്താന പരമ്പരയ്ക്ക് വകവെച്ച് കൊടുക്കണമെന്ന് സന്ദേശവുമായി ജിബ്രീൽ ഇറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞു, ഈ താക്കോൽ താങ്കൾ പിടിച്ചുകൊള്ളുക. അക്രമിയല്ലാതെ ആരും ഇത് താങ്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയില്ല. ഉസ്മാൻ പലായനം ചെയ്തപ്പോൾ തന്റെ സഹോദരൻ ഷൈബയെ താക്കോൽ ഏൽപ്പിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയുടെ കൈവശമാണ് കഅബയുടെ താക്കോൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം അവതരിച്ചതെങ്കിലും ഈ അനുശാസന നിയമം പൊതുവായതാണ്. എല്ലാവിധ അമാനത്തുകളും ഇതിൽ ഉൾപ്പെടും. സൃഷ്ടാവുമായുള്ള ഇടപാടുകളും സൃഷ്ടികളുമായുള്ള ഇടപാടുകളും സ്വന്തം നഫ്സുമായുള്ള ഇടപാടുകളും ഏതുമാകട്ടെ എല്ലാത്തിലും മനുഷ്യന് അമാനത്ത് പാലിക്കേണ്ടതാണ്. അല്ലാഹു അതേക്കുറിച്ചു ഓദിക്കുകയും
അമാനത്ത് ലംഘിക്കുന്നവരെ ഇരു ലോകത്തും ശിക്ഷിക്കുകയും ചെയ്യും. അതിനാൽ എന്നെയും ഈ ഖുർആൻ വചനം നിഷേധിക്കുന്നവരെയും വിട്ടേക്കുക. അവരറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി നാശത്തിലേക്ക് നയിക്കും. സൂറത്തുൽ ഖലം 44. എന്ന് വെച്ചാൽ അവരുടെ ജീവിത കടിഞ്ഞാൻ നാം അയച്ചുകൊണ്ടിരിക്കും. അവർ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവർക്ക് നാം പുതിയൊരു അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇഹലോക ജീവിതത്തിന്റെ സന്തോഷം കൊണ്ട് പശ്ചാത്തലിക്കാൻ പോലും അവർ മറന്നുപോകും. തങ്ങൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലും അവർ തിരിച്ചറിയില്ല. തീർച്ചയായും അഥവാ ഖുർആനിന്റെ നിയമവിധികൾ ഗൗനിക്കാതെ ധിക്കരിച്ച് ജീവിതം നയിക്കുന്നവർക്ക് നാം സാവകാശം നൽകുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവർ കരുതേണ്ടതില്ല. നാം അവർക്ക് സാവകാശം നൽകുന്നത് അവർ കുറ്റം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത്. ആദ്യ ഇമ്രാൻ 178. ഞാൻ അവരെ അയച്ചുവിടും, എന്റെ തന്ത്രം വളരെ ശക്തമാണ്. സൂറത്തുൽ ഖലം 45. ഞാൻ അവരെ അയച്ചുവിടുന്നത് ഖുർആൻ മുഖേന വിളംബരം ചെയ്ത അമാനത്തിനെ അവർ ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൂടുതൽ തെറ്റു ചെയ്യാനാണ് അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുക, അനുഗ്രഹവും ആരോഗ്യവും നീട്ടിക്കൊടുക്കുക. ഇതെല്ലാം ഈ അയച്ചുവിടലിൽ ഉൾപ്പെടും. ഇത് പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് കാത്തു സൂക്ഷിക്കുവാനുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണെന്നതിൽ സംശയമില്ല. അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിന്റെ നിയമവിധി വ്യവസ്ഥകളിലും വിശ്വസിക്കുകയും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ സൂക്ഷിച്ചു ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക. ഇന്ന് നമ്മൾ കാണുന്നതും നാമെല്ലാം വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ മൊബൈൽ ഫോണിന്റെ ഉപകാരത്തെ കുറിച്ചു പ്രത്യേകമൊന്നും പറയേണ്ടതില്ലല്ലോ. മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരോടും അത്യാവശ്യമായി ഏത് കാര്യവും ഏത് വിവരവും ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സാധിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ എണ്ണമറ്റ പല ഗുണങ്ങളുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ മൊബൈൽ ഫോൺ നമ്മുടെ ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും വലിയ വലിയ വിജയത്തിനും പരാജയത്തിനും കാരണമായേക്കാം. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് വിജയത്തെക്കാൾ കൂടുതലും പരാജയമാണ് കണ്ടും കേട്ടും വരുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് നമ്മുടെ പർവ്വത നിസ്കാരങ്ങളും മറ്റ് നിർബന്ധ കർമ്മങ്ങൾ പോലും പിന്തിപ്പിക്കാനും ഒഴിവാക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകാം. കൂടുതൽ സന്ദർഭങ്ങളിലും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മരണശേഷം ഉണ്ടാകുന്ന പരലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ നാം മറന്നു പോകുന്നു. ഖുർആൻ ഓതേണ്ടതും ദിക്ർ ചൊല്ലേണ്ടതും ഒഴിവായി പോകാനും കാരണമാകുന്നു. മൊബൈൽ ഫോൺ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമാണെങ്കിലും അത് എല്ലായ്പ്പോഴും നോക്കുന്നത് വർദ്ധിതമായി വരുന്നത് കാരണം അല്ലാഹു തൃപ്തിപ്പെടാത്തതും ദീൻ അനുവദിക്കാത്തതുമായ പല വിധേനയുള്ള തിന്മയിലേക്കും പിശാചി മനസ്സിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കാനും അത് ഏതുവാകുന്നതാണ്. പള്ളിയിലേക്ക് ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ പോകുന്നത് വരെ ഇല്ലാതാകും വിധം മൊബൈൽ ഫോൺ നോക്കിയുള്ള സമയം പാഴാക്കൽ കാരണമാകുന്നു. മൊബൈൽ ഫോൺ നോക്കി സമയം കളയുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകേണ്ട നന്മയായ പലതിൽ നിന്നും നാം പിൻവലിയുന്നു. മൊബൈൽ നോക്കുമ്പോൾ രാത്രിയായാലും പകലായാലും നമ്മുടെ വിലപ്പെട്ട സമയം വേഗം വേഗം പാഴായി പോകാൻ അത് കാരണമാകുന്നു. മൊബൈൽ ഫോൺ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നോക്കി നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് കാരണം ഉമ്മ, ബാപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങന്മാർ, ഭാര്യ, സന്താനങ്ങളുമായുള്ള പല ഉത്തരവാദിത്വ നിർവഹണ കാര്യങ്ങളിലും കൃത്യനിഷ്ഠത പാലിക്കാൻ സാധിക്കാതെ വരുന്നു. ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കൾ അവരുടെ ഒഴിവാക്കാൻ പറ്റാത്ത വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ പോലും മൊബൈൽ മെസ്സേജ് അയച്ചുകൊണ്ടും മറ്റുള്ളവർ അയക്കുന്ന മെസ്സേജ് നോക്കിക്കൊണ്ടും കുടുംബത്തിന്റെ അത്യാവശ്യമായ മറ്റു പല നല്ല കാര്യങ്ങൾക്കും കാലതാമസം വരുത്തിക്കൊണ്ടും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് ഇഹലോകത്തും പരലോകത്തും വലിയ പരാജയമാകാൻ കാരണമാകാം. കുടുംബത്തിലെ ഓരോരുത്തർക്കും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ടും
ഓരോരുത്തരും ഇഷ്ടാനുസരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടും സമയം പാഴാക്കുന്നത് കാരണം ഭാര്യയുടെ അത്യാവശ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഭർത്താവിന് സമയമില്ല. ഭർത്താവിന്റെ അത്യാവശ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഭാര്യയ്ക്കും സമയമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും സ്വന്തം മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പോലും സമയം കുറവാണ്. അങ്ങനെ ജീവിതത്തിലെ പല നല്ല നല്ല കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് അറിവുള്ളവരും അറിവ് കുറവുള്ളവരുമായവരിൽ ഏറെയും പേർ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം സമയവും മൊബൈൽ നോക്കി സമയം പാഴാക്കുന്നു. ഓരോരുത്തരും പുതിയ പുതിയ കൂട്ടുകാരനെയും പുതിയ പുതിയ കൂട്ടുകാരിയെയും പുതിയ പുതിയ കുടുംബങ്ങളെയും മൊബൈൽ സമയോടെ തേടി അലഞ്ഞ് സമയം പാഴാക്കുന്നു. സ്വന്തം മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും കാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാനും സമയം കുറവായി വരുന്നു. അറിവുള്ളവരും അറിവ് കുറവുള്ളവരുമായ ഒരു വിഭാഗം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ നോക്കി നോക്കി ഉറങ്ങിപ്പോകുന്നു. ഉണർന്നാൽ രാത്രിയോ പകലോ എപ്പോൾ എഴുന്നേറ്റാലും ഉടനെ നോക്കുക മൊബൈൽ ഫോൺ ആയിരിക്കും. മൊബൈൽ നോക്കി സമയം എത്രയോ പാഴാകുന്നത് കൊണ്ട് എത്ര സമയം നഷ്ടപ്പെട്ടാലും മനുഷ്യൻ അത് ഗവനിക്കുന്നില്ല. അങ്ങനെ പാഴായി പോകുന്ന സമയത്തെ കുറിച്ചു തെല്ലും നഷ്ടബോധമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മൊബൈൽ ഫോൺ കൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ പലതിലും നോക്കി നോക്കി സമയം നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. അഥവാ അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെട്ടു പോകാൻ അത് ഏതുവാകുന്നു. നമ്മുടെ ശ്രദ്ധാവും സംരക്ഷകനും ഏത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളായ ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വ പ്രകീർത്തനങ്ങളും പുണ്യവും നിറഞ്ഞ സ്വലാത്തുകളും അടിമകളുടെ എല്ലാമായ ഖുർആൻ പാരായണവും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്നു. എന്നാലും മൊബൈൽ നോക്കി അതിനു വേണ്ടി സമയം പാഴാക്കുന്നവരായി അറിവുള്ളവരും അറിവ് കുറവുള്ളവരുമായ ധാരാളം ആളുകളുണ്ട്. വാട്സപ്പും ചാറ്റിങ്ങുമെല്ലാം ദുരുപയോഗം ചെയ്തു മൊബൈൽ ഫോണിലൂടെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള അവിഹിത ബന്ധങ്ങൾ ധാരാളമായി വർദ്ധിക്കാൻ കാരണമാകുന്നു. മറ്റുള്ളവരെ ഗീബത്തുകളും നമീമത്തുകളും പെരുപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇതുപോലെ എന്തെല്ലാമാണ് നടക്കുന്നത്. മൊബൈൽ ഫോണിൽ അള്ളാഹു തിരുപ്പതിപ്പെടാത്ത പല വിധേയതയുള്ള കോമഡികളും മറ്റും മുതൽ അന്ന് സ്ത്രീ പുരുഷന്മാരുടെ നഗ്നത കാണുന്നത് വരെയുള്ള അള്ളാഹു നിഷിദ്ധമാക്കിയ എന്തെല്ലാമോ കാണുന്നു കേൾക്കുന്നു. എത്ര അറിവുള്ളവരാണെങ്കിലും വലിയ ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും മൊബൈൽ ഫോൺ നോക്കുന്നത് ക്ഷമയോടെ വർദ്ധിക്കുന്നത് കാരണം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ മൊബൈലിലേക്കാണ് നോക്കുന്നത്. മൊബൈൽ നോക്കി നോക്കി ക്ഷമയോടെ സുന്നത്ത് നിസ്കാരങ്ങൾ മുതൽ എല്ലാ നന്മയിൽ നിന്നും അകന്നകന്നു പോകുന്നു. ഇതിൽ എല്ലാവരുമുണ്ട്. അറിവുള്ളവരും അറിവില്ലാത്തവരും പഠിപ്പ് തികഞ്ഞവരും പഠിക്കാത്തവരും മുതൽ ആരെയും ഒഴിച്ചു മാറ്റാനാവാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ക്ഷമയെന്ന് പറയാൻ എളുപ്പമാണ്. അത് രണ്ട് അക്ഷരമേ ഉള്ളൂ. നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചിട്ടും ഉണ്ടാകുന്ന അപകടത്തിലോ മറ്റു കഷ്ടനഷ്ടങ്ങളിലോ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. എന്നാൽ ക്ഷമിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ക്ഷമയുടെ പ്രാധാന്യം അർഹിക്കുന്ന വിധം വകവെച്ച് കൊടുക്കാനാകാത്ത വേറെയും ഒട്ടേറെ ക്ഷമകളുണ്ട്. നമ്മുടെ വീടുകളിൽ ഉള്ളവരോട് ഉള്ള പെരുമാറ്റത്തിൽ ആവശ്യമായ ക്ഷമ, അതുപോലെ പുറത്തുള്ളവരോടുള്ള പെരുമാറ്റത്തിലൂടെയുള്ള ക്ഷമ, നമ്മുടെ കീഴ് ജീവനക്കാരോടുള്ള ക്ഷമ, നമ്മുടെ ഇടപാടുകളിലെ ക്ഷമ, ഇവിടെയെല്ലാം ക്ഷമ പാലിക്കാൻ പലർക്കും കഴിയും. എന്നാൽ താൻ തന്നോട് തന്നെ പാലിക്കേണ്ടതും തനിക്കുള്ളിൽ തന്നെ വേണ്ടതും അള്ളാഹു തൃപ്തിപ്പെട്ടതുമായ കാര്യങ്ങൾ പാലിക്കുന്നതിനുള്ള ക്ഷമയിലാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ജനവിഭാഗവും പരാജയപ്പെടുന്നത്. ഇന്ന് ആധുനിക കാലം ഇതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണം മൊബൈൽ ഫോൺ ഉപയോഗം തന്നെയാണ്. അതിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ അനാവശ്യങ്ങൾ പൂർണ്ണമായും മാറ്റി നിർത്തിയാൽ തന്നെയും ആവശ്യമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുടെ ബഹളമാണ് അതിൽ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ മതപ്രഭാഷണങ്ങളും വാർത്തകളും ഉപദേശങ്ങളും ഗുണപാഠവും
സതുപദേശവും അങ്ങനെ നീണ്ടുപോകുന്ന നല്ലത് എന്ന് തോന്നിക്കുന്ന പല നല്ല കാര്യങ്ങളുടെ പട്ടികക്ക് മുമ്പിൽ പോലും നമ്മൾ ഗൗനിക്കാതെ നമ്മുടെ വിലപ്പെട്ട സമയം കടന്നു പോകുന്നു. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ചൂടേറിയ വാർത്തകളും വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ യുദ്ധവും കേട്ടും രാവും പകലുമായി നമ്മുടെ എത്ര മണിക്കൂറുകളാണ് ഈ മാന്ത്രിക യന്ത്രം ഇന്ന് തീർക്കുന്നത്. നമ്മുടെ മതപ്രഭാഷണങ്ങൾ നമ്മുടെ വീടുകളിലും പള്ളികളിലും ദിക്റുകളുടെ സദസ്സുകൾ സംഘടിപ്പിക്കാനും ദിക്റുകളുടെ സദസ്സിൽ പങ്കെടുക്കാനും മെനക്കെടാതെ സമയമില്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കുന്നു. എല്ലാം ഈ മാന്ത്രിക യന്ത്രത്തിലൂടെ ലഭിക്കുമല്ലോ എന്ന പൈശാചിക ധാരണ കാരണമായുള്ള ഈ വിദ്യകളിലൂടെ നമ്മിൽ നിന്ന് കൈവിട്ടു പോകുന്നു. കളിയും വിനോദവും വാർത്തയും ലോകവിവരങ്ങളുമെല്ലാം ചിലതെല്ലാം ആവശ്യമായതും വേണ്ടതും തന്നെ. എന്നാൽ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ തന്നെ അപഹരിക്കുന്നുവെന്ന ചിന്തയും നിയന്ത്രണവും നമുക്ക് ആവശ്യമാണ്. നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അത് അനാവശ്യമായി ഭവിക്കും. നമ്മുടെ നമസ്കാരത്തിലെ ഭയഭക്തിയും സൂക്ഷ്മതയും ഇല്ലാതാകാൻ തന്നെയും അത് കാരണമാകും. എന്നാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്കവയിൽ പലതും അത്യാവശ്യമാകണമെന്നില്ല എന്ന് മനസ്സിലാക്കാനും കഴിയും. ഒരേ ആവശ്യമുള്ളതും അനാവശ്യമായതും അറിയുക എന്നത് കൊണ്ട് വലിയ പുണ്യമൊന്നുമില്ല. കാരണം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ പലതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു ആദ്യം ക്ഷമയാണ് നമ്മോട് പറഞ്ഞത്, ശേഷം മാത്രമാണ് നമസ്കാരം പറഞ്ഞത്. കാരണം അള്ളാഹുവിലും അവന്റെ ഖുർആനിലും അവന്റെ പ്രവാചകരിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർക്ക് നമസ്കാരം നിർവഹിക്കൽ തോന്നുക മുതൽ അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിയുക വരെ അത്യാവശ്യമായ ഒരു പ്രധാന ഘടകമാണ് ക്ഷമയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളോട് മാത്രമല്ല നമ്മെ പ്രലോഭിപ്പിക്കുന്ന അഥവാ അള്ളാഹു നിഷിദ്ധമാക്കിയ സർവകാര്യങ്ങളിൽ നിന്നും നമുക്ക് ക്ഷമയോട് അകന്നു നിൽക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ക്ഷമ പൂർണ്ണമാകുന്നത്. അത്തരക്കാർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ഈ ലോകത്ത് അള്ളാഹു നിഷിദ്ധമാക്കിയ സർവ്വ വിഷയങ്ങളിലും ക്ഷമയോടെ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും താല്പര്യമുള്ളവരാണ് ഇന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും. അള്ളാഹു തൃപ്തിപ്പെടുന്ന വിഷയങ്ങളിൽ ഹറാമും ഹലാലും ഗൗനിച്ചു സൂക്ഷ്മതയിൽ ജീവിതം നയിക്കുന്നവരെ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും മനസ്സുള്ളവരായി ദുർലഭം ചില ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ. സത്യം കൂടുതൽ അള്ളാഹുവിന് മാത്രമേ അറിയൂ. അലീബിനു അബീ ത്വാലിബിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമുദായത്തിന് ഒരു കാലം വരും, ഇസ്ലാം പേര് മാത്രമാകും, ഖുർആനിൽ അതിന്റെ അക്ഷരങ്ങൾ മാത്രമാകും, പള്ളികൾ വലിയ എടുപ്പുകളായിരിക്കും, എന്നാൽ ഒരു സന്മാർഗ സൂര്യമായിരിക്കും. അന്നത്തെ പണ്ഡിതന്മാർ ആകാശത്ത് നിന്നു ചുവട്ടിലെ ഏറ്റവും നികഷ്ടതായിരിക്കും. കുഴപ്പം അവരിൽ നിന്നാണ് പുറപ്പെടുക, അത് അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. പ്രസിദ്ധവും സ്വീകാര്യയോഗ്യവുമായ ഈ ഹദീസ് കേൾക്കാത്തവരുണ്ടാവില്ല. എന്നാൽ ഇതിന്റെ ശരിയായ അർത്ഥം ഗ്രഹിച്ചവർ ഇന്ന് ഈ സമുദായത്തിൽ വളരെ വിരളമായിരിക്കും. ജുമാഅക്കും നോവിനെ ഇരിക്കുമ്പോഴും പോലും ഖുർആൻ ഇന്ന് ഓതപ്പെടുന്നത് മൊബൈലിൽ നോക്കിയാണ്. ഈ മൊബൈലാവട്ടെ വളരെ വില കൂടിയതായതിനാൽ മോഷണം പോകാതിരിക്കാൻ എവിടെയും വെക്കാതെ കൂടെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു വസ്തുവുമാണ്. മതമോഷണ വിസർജനത്തിന് കക്കൂസിൽ പോകുമ്പോൾ പോലും നാം ഇത് കൂടെ കൊണ്ടുപോകാൻ നിർബന്ധിതരാണ്. അവിടെ നിന്ന് മടങ്ങി വന്ന് അതേ മൊബൈലിൽ നോക്കിയാണ് നാം ഖുർആൻ ഓതുന്നത്. അതിനാൽ ഫലത്തിൽ അതൊരു മുസാഹിബ് തന്നെയാണ്. ഓഫായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് കൊണ്ട് മാത്രം മുസാഹിബിന്റെ ഹുക്മ് അതിനു ബാധകമായില്ല എന്ന് പണ്ഡിതന്മാർക്ക് പറയാനാകുമോ? പ്രത്യേകിച്ച് ഖുർആൻ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കൂടി ഉണ്ടെങ്കിൽ പല ഭാഷകളിലുള്ള വിശുദ്ധ ഖുർആന്റെ പരിഭാഷ പോലെയല്ല
സാക്ഷാൽ വിശുദ്ധ ഖുർആൻ. അത് ഏത് മാധ്യമത്തിൽ ലിഖിതമായാലും അത് പരിപാവൻ തന്നെയാണ്. ഖുർആൻ ലിഖിതം 2 ചട്ടക്കുള്ളിൽ സമാഹരിച്ചതിനാണല്ലോ സാങ്കേതികമായി മുസാബ് എന്ന് പറയുക. അത് തുറന്നാലേ നാം ഖുർആൻ കാണൂ എന്നതിനാൽ അതിന് മുസാബിന്റെ പദവി നഷ്ടപ്പെടുന്നില്ല. അതുപോലും ചുമക്കാൻ ശുദ്ധി വേണമെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വലിയ അശുദ്ധിയുള്ളവരും മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുന്നതിന് മുമ്പും ഋതുമതികളും മുസാബ് വഹിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. നിങ്ങൾ മൊബൈലിൽ ഖുർആൻ ഡൗൺലോഡ് ചെയ്യുകയോ ഒരു പ്രാവശ്യം അതിലേക്ക് ഖുർആൻ വരുത്തുകയോ ചെയ്താൽ അതിൽ നിന്ന് ഖുർആൻ എന്നേക്കുമായി മായ്ച്ചു കളയുന്നത് വരെ അതിന് മുസാഹിബിന്റെ ഹുക്മ് വരുന്നു എന്നാണ് നമ്മുടെ പക്ഷം. ആയതിനാൽ ഖുർആൻ ഓതുന്ന മൊബൈലിനു മുസാഹിബിന്റെ ഹുക്മ് ബാധകമാക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഖുർആൻ ഓതാതിരിക്കുക. ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിന് സമ്മതിക്കുകയില്ല. അവരെ പിൻപറ്റുന്ന അവരുടെ അനുയായികളും അതിന് തീരെ സമ്മതിക്കുകയില്ല. ആയതിനാൽ അത്തരം മൊബൈലിന് മുസാഹിബിന്റെ ഹുക്മ് ബാധകമാക്കുകയോ നിർത്തിയുള്ളൂ. ഖുർആൻ ഉള്ളതോ ഖുർആൻ ഓതുന്നതോ ആയ മൊബൈൽ ഫോണോ ഇനി വരാനിരിക്കുന്ന ഉപകരണങ്ങളോ വലിയ അശുദ്ധിയുള്ളവരും മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുന്നതിന് മുമ്പും ഋതുമതികളും ഖുർആൻ വഹിക്കുന്ന മൊബൈൽ ഫോൺ എത്രയേറെ സാധ്യമാകുമോ അത്രയും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ അത് തങ്ങളുടെ ഹൃദയത്തിൽ ഖുർആൻ വഹിക്കുന്നുണ്ടല്ലോ എന്ന് ചില പണ്ഡിതന്മാർ ചോദിച്ചേക്കാം. മൊബൈൽ മുസാഹിബ് പോലെ ഹൃദയത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്. അത് ഹൃദയത്തിനകത്തുള്ള ഒരു ആശയത്തെ പോലെയല്ല എന്നാണ് നമുക്ക് മറുപടി പറയാനുള്ളത്. ഖുർആൻ ഓതുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ നാം ഖുർആനിനെ ഹൃദയത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. ശുദ്ധിയോടെ അല്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും ഖുർആൻ എഴുതുന്നതിനും വിലക്കുന്നു. ആയതിനാൽ നാം ശുദ്ധിയോടെ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ എഴുതുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ നന്മകൾ സ്വീകരിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതും ഉപയോഗിക്കുന്നതിനും നാം എതിരല്ല. എന്നാൽ ഈ സാങ്കേതിക വിദ്യകളൊന്നും നമ്മുടെ കൈവശമല്ലെന്നും അതൊന്നും പുനരാവിഷ്കരിക്കാൻ പോലും നമുക്ക് ഭൗതികമായി കഴിയുന്നതല്ലെന്നും സമീപകാല അപകടങ്ങളിൽ നിന്നു നാം പാഠം പഠിക്കേണ്ടതാണ്. മുൻകാല വിശ്വാസികൾക്ക് ഖുർആൻ ലിഖിതമാക്കാൻ ഉപയോഗിച്ച കല്ലും തോലും ലോഹവും കടലാസും ഒഴിവാക്കി സോഫ്റ്റ് കോപ്പി മാത്രമാക്കി വെച്ചാൽ ഇത് നഷ്ടപ്പെടാതെയും മാറ്റം വരാതെയും ലോകാവസാനം വരെ സൂക്ഷിച്ചു വെക്കാൻ എന്തു സാങ്കേതിക വിദ്യയാണ് വിശ്വാസികൾ സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതും കൈയടക്കി വെച്ചിരിക്കുന്നതും ഖുർആനിൽ വിശ്വസിക്കുന്നവരല്ല. ഖുർആനിൽ വിശ്വസിക്കാത്ത അവർ ഖുർആൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. ഖുർആനിന്റെ ശത്രുക്കൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഖുർആൻ ഒഴിവാക്കാൻ ഒരു നിമിഷം തോന്നിയാൽ മൊബൈലിൽ ഖുർആൻ ധരിക്കാതാവും. ഖുർആൻ സോഫ്റ്റ് കോപ്പിയായി സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ പോലും വരാം. ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഈ വേദഗ്രന്ഥം സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും എല്ലാ മാധ്യമങ്ങളിലും സൂക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. എത്രയേറെ സാധ്യമാകുമോ അത്രയും ശിലാഫലങ്ങളിൽ മുതൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫലങ്ങളിൽ വരെ നമ്മുടെ വീടുകളിൽ ഓരോരുത്തർക്കും ഓരോ മുസാഹിബ് വീതവും പള്ളികളിൽ ഈ ആവശ്യാർത്ഥം മുസാഹിബുകൾ സൂക്ഷിക്കുകയും ദിനംപ്രതി ഓരോരുത്തരും ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുകയും വേണം. എപ്പോഴെങ്കിലും ഒരു മഹായുദ്ധം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇനിയൊരു മഹായുദ്ധം ഉണ്ടായാൽ ലോകത്തെ മിക്ക ജനസമൂഹങ്ങളും ഇല്ലാതാവുകയും ഇന്റർനെറ്റിലെ എല്ലാ സംവിധാനവും രേഖകളടക്കം ഒട്ടുമിക്ക വിവരശേഖരവും നശിച്ചു പോവുകയും ചെയ്തേക്കാം. അക്കൂട്ടത്തിൽ ഖുർആനും ഉണ്ടായില്ല എന്ന് ആർക്ക് ഉറപ്പിക്കാനാവും? ആയതിനാൽ പള്ളികളിൽ നാം മുസാഹിബ് ഓതാൻ ഉപയോഗിക്കുകയും എല്ലാ പള്ളികളിലും വീടുകളിലും അവ സൂക്ഷിക്കുവാനും പരിശ്രമിക്കുകയല്ലേ നല്ലത്.
എന്നാൽ പിശാചി വിശ്വാസികളായ നമ്മെ സാങ്കേതിക വിദ്യകളിലൂടെ കൊള്ളയടിക്കുകയും പകരം നന്മയല്ലാത്ത പലതും നന്മയാണെന്ന് തോന്നിപ്പിച്ചു നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളത് ഡിജിറ്റൽ രൂപത്തിലാക്കുക എന്ന് തോന്നിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ എളുപ്പമല്ലേ എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പള്ളി ഭാരവാഹികൾക്കും മറ്റും തോന്നിയാലോ കടലാസിൽ എഴുതിയ ഖുർആൻ ഇനി ആവശ്യമില്ല. കാരണം എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാ മൊബൈലിലും ഖുർആനുമുണ്ട്. ആയതിനാൽ കടലാസിൽ എഴുതിയ ഖുർആൻ പള്ളിയിൽ ഇനി വേണ്ട. അത് സ്ഥലം മുടക്കാനും സൂക്ഷിച്ചു വെക്കാനും പ്രയാസമാണ്. ഖുർആൻ രേഖപ്പെടുത്തിയ ചിത്രത്തിനുള്ളിൽ തന്നെ ഒരു മാറ്റം വന്നാൽ പിന്നെ അത് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ഒരു നിസ്സാര ചിപ്പ് പോലും ഉണ്ടാക്കാൻ മുസാബ് നോക്കി ഓതുന്നതിന് പകരം മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാമെന്ന് തീരുമാനമെടുത്ത നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയുമോ? അതിനാൽ ഖുർആനിന്റെ ശത്രുക്കൾ നാളെ മുതൽ നീ മൊബൈലിൽ ഖുർആൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് തിരുത്തിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരുടെയും പ്രമാണിമാരുടെയും കയ്യിൽ എന്ത് വിദ്യയാണുള്ളത്? അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോക അവസാനം വരെ ആവശ്യമാണ്. ഇന്ന് ഖുർആനിനോടുള്ള ഹുർമത്ത് പണ്ഡിതന്മാർക്ക് ഒരു വിഷയമല്ലാതായിരിക്കുന്നു. ഖുർആനിന്റെ ആശയമല്ല പണ്ഡിതന്മാർ സ്വന്തം ജീവിതത്തിലും സമുദായത്തിലും നടപ്പാക്കുന്നത്. ഖുർആനിന്റെ ആശയം നടപ്പാക്കുന്ന പണ്ഡിതന്മാർ വളരെ വിരളവും എണ്ണത്തിൽ ചുരുക്കവുമാണ്. ഖുർആനിന്റെ വായരൂപമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ മനസ്സുകളിൽ വലുത്. കാരണം ഖുർആനിന്റെ ഹുക്കുമുകളിൽ ഏറെയും ഇന്ന് അപ്രായോഗികമാണെന്നു മിക്ക പണ്ഡിതന്മാരും കരുതുന്നത് പോലെയാണ് കാര്യങ്ങൾ. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും മൗനമായി കഴിഞ്ഞുകൂടുന്നു. ഖുർആനിന്റെ ആശയങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു രാജ്യം പോലും ഇന്ന് ഭൂമുഖത്ത് കാണുന്നില്ല. ആരെങ്കിലും കണ്ടതായി കേൾക്കുന്നുമില്ല. അതിൽ യാതൊരു പ്രതികരണമോ ഖേദമോ ഇല്ലാതെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരും പ്രമാണിമാരും മൗനികളായി ജീവിതം തുടരുന്നു. അല്ലാഹുവിനും അവന്റെ പ്രവാചകനിലും അവന്റെ പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾ അനുസരിക്കുകയും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും ശരീഅത്ത് പാലിക്കാതെ എങ്ങനെയാണ് അമാനത്ത് നിർവഹിക്കാനാവും? അമാനത്തിൽ നിന്നു ശരീരത്തിനെ മാറ്റി നിർത്തിയാൽ പിന്നെ എന്തു കാര്യത്തിലാണ് അമാനത്തുള്ളത്? അറിവ് കുറവുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് അമാനത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടവരായ ഈ ഉത്തരവാദിത്തത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പിന്മാറുന്ന പക്ഷം ഓരോ പണ്ഡിതനും അള്ളാഹുവിന്റെ മഹ്ശറ എന്ന കോടതിക്ക് മുമ്പിൽ പറയേണ്ട സന്ദർഭം വിദൂരമല്ലെന്ന് ഓർക്കുക. അല്ലാഹു ഖുർആൻ മുഖേന വിളംബരം ചെയ്ത അമാനത്തിന്റെ ഭാഗമായ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അഥവാ സദാചാരം കൽപ്പിക്കലും ദുരാചാരം വിലക്കലും അള്ളാഹുവിനും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അന്ത്യദിനത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഓരോ മുസ്ലിമിന്റെയും വ്യക്തിപരമായ കടമയാണ്. സ്വന്തത്തോടും സ്വന്തം വീട്ടുകാരോടും ഓരോ മുസ്ലിമും ഈ വിഷയത്തിൽ ഏതവസ്ഥയിലും വ്യക്തിപരമായി ഉത്തരവാദികളുമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ് എന്ന് തുടങ്ങുന്ന ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അടിമകളായ നമ്മെയും മറ്റ് അഖിലവും സൃഷ്ടിച്ചവനും സൃഷ്ടികളെ ഓരോന്നിനെയും അവന്റെ നിശ്ചയാനുസരണം സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനൊരുവനുമായ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അവന്റെ ഖദറിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലും വിശ്വസിക്കുകയും അതിന് അനുസൃതമായി തന്നെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും നമ്മുടെ രക്ഷിതാവിനോടുള്ള അമാനത്ത് പാലിക്കേണ്ടത് എങ്ങനെയാണ്? അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തികമാക്കലും
നിരോധിത കാര്യങ്ങൾ വർജിക്കലുമാണ്. ഇത് അനന്തമായ ഒരു കടൽ പോലെയാണ്. എല്ലാ കാര്യങ്ങളിലും അമാനത്ത് അനുപേക്ഷണീയമാണ്. ഉളൂയിലും കുളിയിലും നമസ്കാരം, സകാത്ത്, നോമ്പ് തുടങ്ങിയ ആരാധന കർമ്മങ്ങൾ, അള്ളാഹു നൽകിയ സമ്പത്ത്, വിജ്ഞാനം തുടങ്ങിയവയെല്ലാം അമാനത്തുകളാകും. ഈ അമാനത്തുകളെല്ലാം നാം വിശ്വാസപൂർവ്വം കൈകാര്യം ചെയ്യണം. ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നു, അള്ളാഹു മനുഷ്യരുടെ ഗൃഹസ്ഥാനം സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ കൈവശം ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു അമാനത്താണ്, നീ അത് പാലിക്കണം. നാവിന്റെ അമാനത്ത് കളവ്, ഏഷണി, പരദൂഷണം, അവിശ്വാസം, അശ്ലീലം എന്നിവ വർദ്ധിക്കലാണ്. കണ്ണിന്റേത് ഹറാമിലേക്കുള്ള നോട്ടം ഉപേക്ഷിക്കലാണ്. ശ്രവണപുടങ്ങൾ, പാഴ് വർത്തമാനങ്ങളും വാദ്യ സംഗീതങ്ങളിൽ നിരോധിക്കപ്പെട്ടവയും കേൾക്കുന്നതിൽ നിന്നു സൂക്ഷിക്കേണ്ടതാണ്. ഇപ്രകാരമാണ് എല്ലാ അവയവങ്ങളുടെയും സ്ഥിതി. സൃഷ്ടികളോടുള്ള അമാനത്ത് പാലിക്കേണ്ടത് എങ്ങനെ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് അവയുടെ അവകാശികൾക്ക് യഥാവിധി മടക്കി കൊടുക്കണം. ഇതിലൊന്നും വഞ്ചന കാണിക്കരുത്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കലും, വാക്കുകൾ പാലിക്കലും, ആളുകളുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്താതിരിക്കലും ഇതിൽപ്പെടും. ഭരണാധിപന്മാർ പ്രജകളോട് നീതി കാണിക്കലും, പണ്ഡിതന്മാർ പാമര ജനങ്ങളോട് നീതി ഉപദേശിക്കലും അമാനത്താണ്. അതായത് തെറ്റും പക്ഷപാതപരവുമായ കാര്യങ്ങളിലേക്ക് നയിക്കാതെ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പ്രയോജനപ്രദമായ ശരിയായ കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുക. ഉസ്മാനുബിന് തുൽഹയ്ക്ക് താക്കോൽ മടക്കിക്കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടി ഇതിൽ പെട്ടതാണ്. സ്വന്തം ശരീരത്തോടുള്ള അമാനത്ത് എങ്ങനെ? വിശ്വസിച്ചവരെ മദ്യം, ചൂതാട്ടം ഇവ നിഷിദ്ധവും പിശാചിന്റെ പ്രവൃത്തികളിൽ പെട്ടതുമാകുന്നു. സൂറത്തുൽ മാഇദ 90. വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്, അത് നീചമായ കൃത്യം തന്നെയാണ്. സൂറത്ത് ബനി ഇസ്രായീൽ 32. വ്യഭിചാരം പാരമ്പര്യത്തിന്റെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കെട്ടുറപ്പിനെ ബാധിക്കും. മനുഷ്യർക്കിടയിൽ പിതാവിനെയും കുട്ടിയെയും അറിയാത്ത അവസ്ഥ അഥവാ വ്യഭിചരിക്കുന്ന സ്ത്രീയിലുണ്ടായ കുട്ടി ആരുടേതാണെന്ന സംശയം എക്കാലവും നിലനിൽക്കും. ലജ്ജ പോലുള്ള നല്ല ഗുണങ്ങളും വ്യഭിചരിക്കുന്നവരിൽ ഇല്ലാതാകും. മക്കളെ സംബന്ധിച്ചു സംശയം ജനിച്ചാൽ പിതാക്കന്മാർ അവരെ ശ്രദ്ധിക്കാത്തവരാകും. ഭാവി തലമുറ ലജ്ജയില്ലാത്തവരും ദുഷിച്ച മാർഗങ്ങൾ വർദ്ധിക്കുന്നവരുമാകും. ഒരു സ്ത്രീ അവളുടെ ഗൃഹസ്ഥാനം സൂക്ഷിക്കലും മറ്റൊരാളുടെ കുട്ടിയെ പ്രസവിക്കാതിരിക്കലും ഭർത്താവിനോടുള്ള അമാനത്താകുന്നു. അതോടൊപ്പം അല്ലെങ്കിൽ അതിലേറെ ഇത് അള്ളാഹുവിനോടുള്ള അമാനത്ത് കൂടിയാണ്. സ്വന്തം വീടുകളിൽ നിങ്ങൾ അടങ്ങിയിരിക്കുക. പഴയ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രദർശനം പോലെ നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. സൂറത്തുൽ അഹ്സാബ് 33. ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെ നിങ്ങൾ ആകാതിരിക്കുകയും. സൂറത്തുൽ അൻഫാൽ 21. അക്രമികളിലേക്ക് നിങ്ങൾ ചായരുത്, ചാഞ്ഞിപ്പോയാൽ നരകൻ നിങ്ങളെ സ്പർശിക്കും. സൂറത്ത് ഹൂദ് 113. തന്നെയല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചു. അതിൽ ഒരാളോ രണ്ടുപേരും തന്നെയുമോ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് എന്ന് പോലും പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. അവരോട് മാന്യമായി സംസാരിക്കുക. സൂറത്ത് ബനി ഇസ്രായീൽ 23. നീ കുഞ്ഞായിരുന്നപ്പോഴത്തെ അതേ അവസ്ഥ പോലെ മാതാപിതാക്കൾ ബലഹീനതയുടെയും നിസ്സഹായതയുടെയും പ്രായത്തിലെത്തുകയും ചെയ്താൽ അവരോട് എന്ന് പോലും പറയരുത് എന്ന് വിലക്കുന്നു. അവരോട് ഒരു കാര്യത്തിലും അനിഷ്ടം പ്രകടിപ്പിക്കരുതെന്നും അവർക്ക് വേദനയുളവാക്കുന്ന ആക്ഷേപവും പറയരുതെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത്. അവരെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, അവരോട് ശബ്ദമുയർത്തി സംസാരിക്കരുത്, അവരെ ദോഷത്തോടെയും വെറുപ്പോടെയും കുറിച്ചു നോക്കുകയും വരുത്. ഇതെല്ലാം അവരോടുള്ള മാന്യമായ സംസാരത്തിന് എതിരാണ്. കുഞ്ഞുങ്ങളെ പക്ഷി തന്റെ പിറകിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ അവരെ വാത്സല്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നിന്നിലേക്ക് ചേർത്ത് പിടിക്കണം. നീ കുഞ്ഞായിരുന്നപ്പോൾ അവർ നിന്നെ ചേർത്ത് പിടിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവനെ അള്ളാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അഹ്മദ്, നസായി
രക്ഷിതാക്കൾ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാതെ തിന്നുവാനും കുടിക്കുവാനും ശൗചം ചെയ്യുവാനും ദേഹശുദ്ധി വരുത്തുവാനും 7 വയസ്സ് പ്രായമായാൽ നമസ്കരിക്കുവാനും പഠിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും വേണം. ഇതുപോലെ മതനിയമങ്ങളും മതം അനുശാസിക്കുകയും തടയുകയും ചെയ്ത എല്ലാ അനുശാസനകളും നിരോധനാജ്ഞകളും കുട്ടികളെ പഠിപ്പിക്കുകയും അവയിൽ അവർക്ക് ബോധം വളർത്തുകയും വേണം. മാതാപിതാക്കളോ രക്ഷിതാക്കളോ കുട്ടികൾക്ക് മേൽപ്പറയുന്ന വിജ്ഞാനം നൽകുന്നത് ഉപേക്ഷിച്ചാൽ അവരുടെ ഉപേക്ഷ കാരണം അവർ ശിക്ഷിക്കപ്പെടുന്ന വിജ്ഞാനം ഇതാകുന്നു. തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരെ കുറിച്ച് ഭയപ്പെടുന്നവർ അതുപോലെ അനാഥരുടെ കാര്യത്തിലും ഭയപ്പെട്ടുകൊള്ളട്ടെ. സൂറത്തു നിസാഇ 9. പിതാവ് മരണപ്പെട്ടത് മൂലം അനാഥകളായിത്തീരുന്ന കുട്ടികളുടെ രക്ഷാകർത്തൃത്വം കയ്യിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. തങ്ങളുടെ മക്കൾ അനാഥരായി തീർന്നാൽ അവരോട് മറ്റുള്ളവർ എങ്ങനെ വർത്തിക്കണം എന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത് അപ്രകാരം തന്നെ തങ്ങളുടെ രക്ഷകർത്തൃത്വത്തിൽ കീഴിലുള്ളവരോടും അവർ വർത്തിക്കണം. സ്വന്തം മക്കളുടെ കാര്യത്തിലുള്ള നീതി അനാഥ കുട്ടികളുടെ കാര്യത്തിലും വേണമെന്ന് സാരം. അതുകൊണ്ട് അനാഥരെ താങ്കൾ കീഴടക്കി വെക്കരുത്, യാചകരെ വിരട്ടി വിടുകയും ചെയ്യരുത്. സൂറത്തുൽ ദുആ 9-10. കുടുംബങ്ങളോടും മേൽജോലിക്കാരോടും കീഴിൽ ജോലിക്കാരോടും സ്നേഹിതന്മാരോടും അയൽവാസികളോടുമെല്ലാം നീതി പാലിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഓരോരുത്തരോടും തന്റെ പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടും. അള്ളാഹുവിന്റെ നിയമവിധി വിലക്കുകൾ അനുസരിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിർവഹിക്കുന്നവരാരോ അവർ തന്നെയാണ് വിജയം വരിച്ചവർ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ കാരുണ്യം നിറഞ്ഞ പരിശുദ്ധ ദീനിന്റെ അഹലുകാരായി ജീവിതം നയിക്കാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കുക. നബി തീർച്ചയായും താങ്കൾക്കു നാം വർദ്ധിച്ച അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. സൂറത്തുൽ കൗസർ 1. അതുകൊണ്ട് താങ്കളുടെ നാഥനു താങ്കൾ നിസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. സൂറത്തുൽ കൗസർ 2. തീർച്ചയായും താങ്കളോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് പാലച്ചവൻ, ഭാവിയില്ലാത്തവൻ. സൂറത്തുൽ കൗസർ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു മനുഷ്യരും നൽകിയിട്ടില്ലാത്ത അത്രയധികം അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനു നന്ദി സൂചകമായി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിച്ചിരിക്കുകയാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം അല്ലാഹു നൽകിയ പരിശുദ്ധ ദീൻ എരിപിടിക്കാതെ നശിച്ചു പോകുമെന്നും അത് ഏറ്റെടുത്ത് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഇല്ലെന്നും ശത്രുക്കൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായ ഖാസിമും അബ്ദുള്ളയും മക്കയിലും ഇബ്രാഹിം മദീനയിലും നിരാതരായപ്പോൾ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുലം മുടിഞ്ഞു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് നിൽക്കാൻ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ദീൻ ആകാശഭൂമികളിലും ഉദയസ്ഥാനങ്ങളിലും അസ്തമയ സ്ഥാനങ്ങളിലും ഉയരത്തിലും അകലത്തിലും പാറി പറക്കുമെന്നും ദീനിന് സഹായിക്കാൻ നമ്മുടെയും മറ്റു സർവ്വതിന്റെയും സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അല്ലാഹുവും അവന്റെ മലക്കുകളും സത്യവിശ്വാസികളും ഉണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷം വെക്കുന്നവർക്ക് അറിയുമായിരുന്നില്ല. അതിന്റെ ഖണ്ഡനമാണ് സൂറത്തുൽ കൗസർ 3-ാം സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ പരിശുദ്ധ ദീൻ അല്ല നശിക്കുക. ഈ സൂക്തത്തിൽ മറ്റൊരു പരമാർത്ഥം കൂടി അടങ്ങിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതികൾ, അതായത് അഹ്ലു ബൈത്ത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ സന്തതി പരമ്പര നശിക്കില്ല. അവരെ പാടെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണത്. ലോകാവസാനത്തിന്റെ തൊട്ട് മുമ്പ് വരെ അവർ ദീനിന്റെ സേവകരായി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവും. അവരിൽ നിന്നാണ് കാലത്തിന്റെ ഒടുവിൽ ഇമാം മഹദി വരിക. ഇത് വലിയ ഒരു സന്തോഷ വാർത്തയാണ്. അൽ കൗസറിൽ ഇതും ഉൾക്കൊള്ളുന്നു. താങ്കളല്ല അൽ അബ്തറാവുക,
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര കുറ്റിയറ്റു പോവുകയില്ല എന്നതാണ് ഈ പരമാർത്ഥം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഇത് അഹ്ലു ബൈത്തിനെതിരെ അന്യായമായി നീങ്ങുന്നവർക്കുള്ള താക്കീത് കൂടിയാണ്. അവർ നശിക്കുമെന്നും അഹ്ലു ബൈത്ത് നിലനിൽക്കുമെന്നും അതിൽ അള്ളാഹുവിന്റെ അലംഘനീയവും എന്നെന്നും നടപ്പാക്കുന്നതിന് തടസ്സമില്ലാത്തതുമായ വാഗ്ദാനവും താക്കീതുമുണ്ട്. അഹ്ലു ബൈത്തിന്റെ മിത്രങ്ങൾക്ക് സന്തോഷ വാർത്തയും വൈരികൾക്ക് താക്കീതുമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ ദീനിനും ദുനിയാവിനും ഏറ്റവും ഉപകാരപ്രദമായതല്ലാത്തത് തിരഞ്ഞെടുക്കരുത്. പരലോകത്ത് ഉപകാരപ്പെടാത്ത ഒരു കാര്യത്തിനും മറ്റുള്ളവരോടുള്ള കോപത്തിന്റെയോ ശഹവത്തിന്റെയോ പേരിൽ മുൻഗണന നൽകുകയും അരുത്. ദീനിനും ദുനിയാവിനും ഏറ്റവും ഉപകാരപ്രദമായതല്ലാതെ തിരഞ്ഞെടുക്കരുത്. പരലോകത്ത് ഉപകാരപ്പെടാത്ത ഒരു കാര്യത്തിനും കോപത്തിന്റെയോ ഷഹ്വയുടെയോ പേരിൽ മുൻഗണന നൽകരുത്. ഖുർആനിൽ അമാനത്തിന്റെ കാര്യം പല സ്ഥലങ്ങളിൽ അള്ളാഹു വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. നാം അമാനത്തെന്ന ദൗത്യം ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മേൽ പ്രദർശിപ്പിച്ചു. അവയെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. മനുഷ്യൻ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. മനുഷ്യരിൽ അമാനത്ത് ബാധിക്കുന്നവരും കരാറ് ബാധിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അമാനത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാനത്ത് ഇല്ലാത്തവൻ ഈമാനില്ല. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് തന്റെ അവയവങ്ങൾ കൊണ്ടുള്ള വഴിപ്പെടലിലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മനസ്സുകൊണ്ട് വാസ്തവമാക്കുന്ന വിശ്വാസത്തിന് ഈമാൻ എന്ന് പറയുന്നു. പ്രബലമായ ഈമാൻ ഉണ്ടെങ്കിൽ അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടാകും, ഭക്തി ഉണ്ടാകും. അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു ജീവിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യും. ജീവിതത്തിന്റെ നികില മേഖലകളിലും അള്ളാഹുവിനെ അവൻ സ്മരിക്കുന്നു. നയനാനന്ദകരവും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിലുള്ളതുമായ പ്രതിഫലമാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ മറ്റൊരു വസ്തുവിലും വ്യാപൃതമാവാൻ സാധിക്കാത്ത അത്ര സുന്ദരമായ സുഖങ്ങളാണ് അവിടെ ലഭ്യമാകുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിപൂർവ്വം സാക്ഷ്യം വഹിക്കുന്നവരുമാവുക. ഒരു ജനതയോടുള്ള ശത്രുത അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കുക തന്നെ ചെയ്യുക. അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തത്. അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങളുടെ ചെയ്തികളെ കുറിച്ചെല്ലാം സൂക്ഷ്മജ്ഞനത്തിലെ അള്ളാഹു. സൂറത്തുൽ മാഇദ 8. നിങ്ങളെ മണ്ണിൽ നിന്ന് ശ്രദ്ധിച്ചതും അവന്റെ നിശ്ചാന്തമാണ്. തുടർന്ന് നിങ്ങളതാ വ്യാപിക്കുന്ന മനുഷ്യവർഗമായി. സൂറത്തുൽ റൂം 20. നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും അനേകം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്, എന്നിട്ട് അതൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ലേ. സൂറത്തുൽ ദാരിയാത്ത് 21. എന്നിട്ട് നാം അതിന്റെ വിധി എഴുതി. എത്ര നല്ല വിധി എഴുത്തുകാരനാണ് നാം. സൂറത്തുൽ മുർസലാത്ത് 23. ഖുർആൻ അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ബുദ്ധിയുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ധാരാളം രഹസ്യങ്ങൾ അതിലുണ്ട്. വിധി എഴുതി എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യന്റെ മരണം വരെയുള്ള എല്ലാം നിശ്ചയിച്ചു, ആഹാരവും ഉപജീവനവും തീരുമാനിച്ചു എന്നാണ്. നിങ്ങൾക്കിടയിൽ നാം മരണം കണക്കാക്കി നിങ്ങളെ പോലുള്ളവരെ പകരം കൊണ്ടുവരികയും നിങ്ങൾക്കറിവില്ലാത്ത വിധം നിങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിൽ ആരും നമ്മെ മുൻകടക്കുകയില്ല. സൂറത്തുൽ വാഖിയ 60-61. അല്ലാഹു ഇറക്കിയ ഗ്രന്ഥത്തെ അറിവുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും അതിന് പകരം നിസാരവിധ വാങ്ങുകയും ചെയ്യുന്നവർ തീർച്ചയായും തങ്ങളുടെ വയറുകളിൽ തീയല്ലാതെ മറ്റൊന്നുമല്ല തിന്നു നിറക്കുന്നത്. സൂറത്തുൽ ബഖറ 174. ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ അവകാശങ്ങൾ സന്ദർശിക്കുകയും അവൻ കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്തുകൊണ്ട് സത്യസാക്ഷികളായി ജീവിക്കുക എന്നതാണ് അവന്റെ ചുമതല. അള്ളാഹു അറിവ് നൽകിയതും അവൻ തൃപ്തിപ്പെടാത്തതുമായ സർവകാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മതയോടെ വിട്ടു നിൽക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. പലപ്പോഴും അത് അള്ളാഹുവും അവന്റെ റസൂലും വ്യക്തമാക്കിയതും നിരോധിച്ചതുമായ കാര്യങ്ങൾ തന്നെയാവും. ചിലപ്പോൾ അവ ഓരോന്നിനെയും നിരോധനം അട്ടൽ തന്നെ അറിവ് കുറവുള്ള ഈമാൻദാഹികളായ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ
എല്ലാവർക്കും വ്യക്തമായി അറിയണമെന്നില്ല. അറിവ് കുറവുള്ള ഈമാൻദാഹികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഖുർആനും ഹദീസും പഠിച്ച പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ഇതിന് ഉദാഹരണമാണ് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ശില്പങ്ങളോ ചിത്രങ്ങളോ രൂപങ്ങളോ ഉള്ളിടത്ത് അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു പറയുന്നു, ജിബ്രീൽ നിശ്ചിത സമയത്ത് തന്നെ വരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്ദത്തം ചെയ്തിരുന്നു. പക്ഷേ അന്നേരമായിട്ടും വന്നില്ല. നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴെ ഇട്ടുകൊണ്ട് അരുളി, അല്ലാഹുവും ദൂതന്മാരും വാഗ്ദത്തം ലംഘിക്കുകയില്ല. നബി തിരിഞ്ഞു നോക്കുമ്പോഴതാ തന്റെ കട്ടിൽ ചുവട്ടിൽ ഒരു നായക്കുട്ടി. ഇതെപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പഠിച്ചവനാണ്, ഞാൻ അറിഞ്ഞില്ല. കൽപ്പന പ്രകാരം അതിനെ പുറത്താക്കി. ഉടനെ ജിബ്രീൽ വന്നു. നബി അരുളി, താങ്കൾ വരാമെന്ന് വാഗ്ദത്തം ചെയ്തു, ഞാൻ കാത്തിരുന്നു. ജിബ്രീൽ പറഞ്ഞു, താങ്കളുടെ വീട്ടിലെ നായ എന്നെ തടുത്തു. നായയോ ചിത്രമോ ഉള്ളയിടത്ത് ഞങ്ങൾ വരില്ല. മുസ്ലിം. അബൂ ത്വൽഹത്ത് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നായയും ചിത്രവുമുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ബുഖാരി മുസ്ലിം. ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിത്രമുണ്ടാക്കുന്നവരും എടുക്കുന്നവരും അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി താൻ കേട്ടുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. ഈ ലോകത്ത് ഒരു ചിത്രം വരയ്ക്കുന്നവനോട് പരലോകത്ത് അല്ലാഹു അതിന് ജീവൻ നൽകാൻ ആവശ്യപ്പെടും. എന്നാൽ അതിന് ജീവൻ നൽകാൻ അവന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ ചിത്രകാരന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ചിത്രകാരന്മാർ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ശിക്ഷിക്കപ്പെടും. അവരോട് കൽപ്പിക്കും, നിങ്ങൾ കൊത്തിയുണ്ടാക്കിയതിനു ജീവൻ നൽകുക. ഇമാം ബുഖാരിയാണ് ഈ ഹദീസുകളെല്ലാം നിവേദനം ചെയ്തത്. ആധുനിക കാലത്ത് അത് ഫോട്ടോഗ്രാഫ് ആയിരിക്കാം, വീഡിയോഗ്രാഫ് ആയിരിക്കാം, ചിലപ്പോൾ അവയുടെ 3D പ്രിന്റ് ആയിരിക്കാം. അതിനാൽ ഇന്ന് ആധുനിക ലോകത്തെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇവ രണ്ടും തിരിച്ചറിയൽ കാര്യങ്ങൾക്കും മറ്റ് നിയമപരമായി അനിവാര്യമായ കാര്യങ്ങൾക്കും സത്യസന്ധമായ ചരിത്ര നിർമ്മിതിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പള്ളിയിൽ ഉസ്താദുമാരും ഉമറാക്കളും മിഹ്റാബിന്റെ അടുത്തിൽ നിന്ന് ഫോട്ടോയും സെൽഫിയും വീഡിയോയായും എടുക്കുന്നു. അത് സൂക്ഷിച്ചു വെക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. പള്ളിയിൽ വെച്ച് ഈ ചെയ്യുന്നതെല്ലാം തിന്മയാണോ എന്ന കാര്യം പോലും ഇന്നത്തെ പണ്ഡിതന്മാർക്ക് മറന്നുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അവരൊക്കെയും ഫോട്ടോക്കും വീഡിയോക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് ചമഞ്ഞൊരുങ്ങി പുറപ്പെടുന്നത് തന്നെയും. ചിലർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും മുഖവും വസ്ത്രവും അതിനു വേണ്ടി അത് രാവിലെ തന്നെ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ പണ്ഡിതന്മാർ എടുപ്പിക്കുന്ന ഓരോ ഫോട്ടോയും ഓരോ വീഡിയോയും നാലാൾ കാണണമെന്നും നല്ല അഭിപ്രായം പറയണമെന്നും ബോധപൂർവം നിയത്ത് വെച്ചുകൊണ്ട് തന്നെ ചമഞ്ഞൊരുങ്ങി ഇരുന്നു കൊടുത്തു ചെയ്യിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് സാധാരണക്കാരെ അപേക്ഷിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹറാമാകുന്നത്. പൂർവികരായ പുണ്യാത്മാക്കളെ ഓർമ്മിക്കാനാണല്ലോ മുമ്പ് പ്രതിമകൾ നിർമ്മിച്ചിരുന്നത്. ഈ പ്രതിമകളാണ് പിന്നീട് ആരാധനാ പത്രങ്ങളായി മാറിയത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കൊണ്ട് ഒരു വലിയന്റെയോ പ്രമുഖ പണ്ഡിതന്റെയോ ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്നതും ഇതുപോലെയാണ്. നാളെയോ അടുത്ത കാലത്തായോ ഇവരുടെ കുടുംബമടക്കം പലരും അത് ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് വെക്കും. അടുത്ത തലമുറയിൽ ചിലർ അവരോടുള്ള അമിതമായ സ്നേഹവാത്സല്യം കാരണവും ആദരവ് കാരണവും ചിലർ ചന്ദനത്തിന് കത്തിച്ചു വെച്ചും ചിലർ ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും നിയ്യത്ത് ചെയ്തും ചിലപ്പോൾ അവരോട് സങ്കടങ്ങളും ആഗ്രഹങ്ങളും മന്ത്രിക്കും. ഇങ്ങനെയാണ് പുതിയ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് എങ്കിൽ കുലക്കുന്ന എല്ലാ മച്ചിങ്ങയും തേങ്ങയാവണമെന്നില്ല. ചിലത് മച്ചിങ്ങ പ്രായത്തിൽ തന്നെ ഒഴിഞ്ഞു വീഴുന്നത് പോലെയാണ്. നമ്മുടെ സമുദായത്തിൽ കൂടുതലൊന്നും മറ്റു ദൈവാരാധന പോലുള്ളവ ഇല്ലാത്തത്. വിശുദ്ധന്മാരെയും പൂർവികന്മാരെയും ആരാധിക്കുന്നതിലൂടെയാണ്
ഒട്ടുമിക്ക മതങ്ങളും പിഴച്ചു പോയത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമുദായത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ആ പാവത്തിൽ നിന്ന് ഈ സമുദായവും അത്രയൊന്നും അകലെയാവുമായിരുന്നില്ല. റഖീബും അതീതും എഴുതി വെക്കുന്ന കർമ്മരേഖ നമുക്ക് ഈ ലോകത്ത് ദൃശ്യമല്ല. എന്നാൽ വളരെ കുറഞ്ഞ തോതിലെങ്കിലും ഇതേ വേല ചെയ്യുന്ന നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്മെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഭ്രമിപ്പിക്കുന്നതും മാത്രമല്ല നമ്മെ ചതിക്കുന്നതും ഒറ്റിക്കൊടുക്കുന്നതും കൂടിയാണ് എന്നത് ഓർക്കുക. ഏതാണ്ട് ഈ ആശയമുള്ള ഹദീസിൽ പറയുന്നത് പോലെ നിങ്ങളുടെ കൂടെയുള്ള ഒരു വസ്തു നിങ്ങൾ രഹസ്യമായി ചെയ്തതെല്ലാം പരസ്യമായി വിളിച്ചു പറയുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. അതായത് എന്നാണ് ഹദീസിൽ വീട്ടുപകരണം എന്നു ഭാഷാർത്ഥം. അത് ഈ മൊബൈലോ ഇതിനും അത്യാധുനികമായതോ ആവാം. നല്ല ഉദ്ദേശം മാത്രം ഉള്ളവരോ നല്ലത് മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ല. ഇതെല്ലാം കണ്ടുപിടിക്കുകയും ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നവരും അതെല്ലാം സൗകര്യപ്പെടുത്തി തരുന്നവരും അള്ളാഹുവിനും അവന്റെ നിയമവിധി വ്യവസ്ഥകളിൽ വിശ്വസിക്കുന്നവരുമല്ല. ഇതിന്റെയൊന്നും പിന്നിൽ പ്രവർത്തിക്കുന്നവരാരും അവർക്ക് പരമാവധി ലാഭം കൊയ്യണമെന്നും മാത്രമേ ആഗ്രഹമുള്ളൂ. ഇവരിൽ പലരും അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരും ഹറാമും ഹലാലും ഗൗനിക്കാത്തവരുമാണ്. ആയത് കൊണ്ട് തന്നെ അവരാരും അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിക്കുന്നവരുമല്ല. മറിച്ച് നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഭൗതിക ലാഭം മാത്രം കൊതിക്കുന്നവർ തന്നെയാണവർ. ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. മുമ്പൊക്കെ പണ്ഡിതന്മാർ അവരുടെ ലാളിത്യത്തിനു പ്രസിദ്ധരായിരുന്നു. ലളിതമായ ഭക്ഷണം, ലളിതമായ വസ്ത്രം, ലളിതമായ പാർപ്പിടം, ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള മിതമായ സംസാരം, ഇതായിരുന്നു പണ്ഡിതന്മാരുടെ ലക്ഷണം. ഇപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഫോട്ടോക്കും സെൽഫിക്കും അണിഞ്ഞൊരുങ്ങുന്ന പുത്തൻ വസ്ത്രമാണ് ഓരോ ദിവസവും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ ആഡംബര ഭക്ഷണം കഴിക്കുമ്പോൾ മുൻകാല പണ്ഡിതന്മാരുടെ ചര്യയും ലാളിത്യവും പറഞ്ഞാൽ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് മൗനമായിരിക്കും അവരുടെ മറുപടി. ഇന്ന് സർവ്വ സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളുടെയും തലപ്പത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും താമസം. അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ഹറാമും ഹലാലും ഗവനിക്കാതെയും അള്ളാഹുവിൽ ഭയം ഇല്ലാതെയും തഖ്വയിൽ കുറവ് വരുത്തിയും ജീവിതം നയിക്കുമ്പോൾ താൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന ഭാവം മാത്രമായി അത് മാറുന്നു. നീ ആരാണ് എന്ന ചോദ്യം ചെയ്യാൻ എന്ന ഭാവവും താൻ സർവവിജ്ഞാന കോശമാണെന്ന അഹങ്കാരവും തനിക്കു തെറ്റ് പറ്റില്ലെന്ന ആദ്യവും ഇതാണ് ഇന്നത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അവസ്ഥ. സത്യത്തിൽ ഇതൊന്നും അവരുടെ പ്രകൃതമല്ല, അവർ ബോധപൂർവം ചെയ്യുന്നതുമല്ല. അവർ പിശാചിന്റെ ദുർചെയ്തികളിൽ അകപ്പെട്ടു പോയതാണ്. പെരുമയുടെയും പ്രശസ്തിയുടെയും പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ പായുന്നവരുടെ കൂടെ പിശാചും പായും. കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും പിശാചി അവനെ പലവിധ പ്രലോഭനങ്ങളുടെയും കടിഞ്ഞാണിൽ അവന്റെ ഹൃദയത്തെ ബന്ധിച്ച് ഒരു നാൽക്കാലിയെ പോലെ അവനെ മൂക്കുകയറിട്ടു കൊണ്ടു നടക്കും. അതാണ് നാം ഇന്ന് കാണുന്നത്. ഒരു പണ്ഡിതന്റെ പിഴവ് പറ്റിയാൽ അത് കാരണം വലിയ ഒരു സമൂഹത്തിനാണ് പിഴവ് പറ്റുക. എനിക്ക് പിഴവ് പറ്റി എന്ന് സ്വയം തോന്നാതിരിക്കാനും പിഴവ് പറ്റിയതിൽ തിരുത്താതിരിക്കാനും പ്രേരകമാകും വിധം അവന്റെ ഹൃദയത്തിൽ ഭൗതിക ജീവിതത്തിൽ സന്തോഷം തോന്നുന്ന പല ദുർചെയ്തികളിൽ അകപ്പെടുത്തി ജീവിതം നയിക്കുക വഴി അവരെ മൂക്കുകയറിട്ട് പിടിച്ചു നിർത്തുന്ന പിശാചി അള്ളാഹു തൃപ്തിപ്പെടാത്ത പലിശ പോലുള്ളവയിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതിനാൽ ഹറാമും ഹലാലും ഗവനിച്ചു സൂക്ഷ്മതയിൽ ജീവിതം നയിക്കാൻ അവരെ സമ്മതിക്കില്ല. പിശാചിന് സ്വയം തലവെച്ച് കൊടുക്കുന്നവനെ പിശാചി ഒരിക്കലും വിടുകയുമില്ല. മറ്റൊന്ന് അള്ളാഹുവും അവന്റെ റസൂലും നിരോധിച്ചതും നിഷിദ്ധമാക്കിയതുമായ സംഗീതവും വായ്പാട്ടും വാദ്യോപകരണ
സംഗീതവും കവിതയും നാടകവും അഭിനയവും കലർന്ന പുതിയ ഒരു തരം കൃത്രിമ ദുഃഖ പ്രകടനങ്ങളിലേക്കും ആദര പ്രകടനങ്ങളിലേക്കും ചിലപ്പോൾ കൃത്രിമമായ അതിയായ സന്തോഷത്തിലേക്കും ചിലപ്പോൾ വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കുന്നതിലേക്കും വരെ നയിക്കുന്നു. മാന്യതയില്ലാത്തവരെ മാന്യതയുള്ളവരായും മാന്യതയുള്ളവരെ മാന്യതയില്ലാത്തവരുമായും ചിത്രീകരിക്കുന്നതിലേക്ക് നയിക്കുന്നു. പലപ്പോഴും അതിശയോക്തി കൊണ്ടും അമിതമായ വെറുപ്പോ ആരാധനയോ കൊണ്ടും അത് സത്യത്തെ തല കീഴാക്കുന്നു, അസത്യത്തെ സത്യമാക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവും അവന്റെ റസൂലും വിശേഷ ബുദ്ധിയും അറിവും നൽകിയ മനുഷ്യൻ അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും അതായത് പുനരുദ്ധാന ദിനത്തെയും ഭയപ്പെടുന്നവർക്ക് ഏറ്റവും നന്മയായതിൽ മുന്നേറാൻ വേണ്ടിയും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് ഏത് നിമിഷവും പിരിഞ്ഞു പോകേണ്ടവരാണെന്ന് ഓർക്കാൻ വേണ്ടിയും മാത്രമാണ് ഇതുപോലുള്ള പലതും നിഷിദ്ധമാക്കിയത്. മനുഷ്യ, നിന്റെ നാമങ്ങളിലേക്ക് എത്തുന്നത് വരെ മരണം വരെ നീ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അങ്ങനെ ആ അധ്വാനപതി നീ കണ്ടെത്തുന്നവനുമാണ്. സൂറത്തുൽ ഇൻശിഖാഖ് 6. തന്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ മരണം വരെ അധ്വാനിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. ശരീര അവയവങ്ങൾ കൊണ്ടോ ഹൃദയം കൊണ്ടോ മനുഷ്യൻ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധിയും തന്നെയും പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു രക്ഷിതാവ്, ഒരു ശക്തി ഉണ്ടെന്ന അറിവും നൽകിയാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത്. അതിന്റെ അഥവാ നന്മയുടെയോ തിന്മയുടെയോ കർമ്മങ്ങളുമായി രക്ഷിതാവിലേക്ക് മടങ്ങുന്നവരായിട്ടല്ലാതെ ഒരു ബാധ്യതയും ഇല്ലാത്തവരായി അള്ളാഹു തങ്ങളെ വെറുതെ വിടുമെന്ന് അവർ കരുതിയോ? സൂറത്തു ഖസസ് 87, 88. ഈ സന്ദേശത്തെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? സൂറത്തുൽ വാഖിയ 81. തീർച്ചയായും ഇത് പഴയ ഏടുകളിൽ പറഞ്ഞതാണ്. സൂറത്തുൽ അഹ്ല 18. ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും ഏടുകളിൽ സൂറത്തുൽ അഹ്ല 19. നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതമില്ല. നിങ്ങൾക്ക് മുമ്പ് പല സമുദായങ്ങളും നിഷേധിച്ചിട്ടുണ്ട്. ദൂതനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പ്രബോധനം മാത്രമേ ബാധ്യതയുള്ളൂ. സൂറത്തുൽ അൻകബൂത്ത് 18. തീർച്ചയായും വിശ്വസിക്കുന്ന ജനതയ്ക്ക് മാർഗദർശനവും കാരുണ്യവും ആകത്തക്ക വിധം നാം അവർക്ക് ഒരു ഗ്രന്ഥം നൽകുകയും ശരിയായ അറിവോടുകൂടി നാം അതിനെ വിശദമാക്കുകയും ചെയ്തിരിക്കുന്നു. അൽ-അഹ്റാഫ് 52. ഈ മതത്തിൽ ആരും സ്വയം ഔലിയാക്കളും സിദ്ധന്മാരും ആവാൻ നോക്കരുത്. ഇസ്ലാം അതിന് പറ്റിയ മതവുമല്ല. സ്വയം ഔലിയയായി ചമയുന്നവർക്ക് ഈ മതത്തിൽ സ്ഥാനമില്ല. കാരണം ഈ മതാചാരണം ഇവിടേക്കുള്ളതല്ല, നാളെ പരലോകത്തേക്കുള്ളതാണ്. അത് എന്നേക്കും ഉള്ളതുമാണ്. നമ്മുടെയും മറ്റു സർവ്വതിന്റെയും സൃഷ്ടാവും സംരക്ഷകനും ഗൃഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് കീഴ്പ്പെടുന്നവന്റെ മതമാണ് ഇസ്ലാം. അതിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ നിയമവിധി വ്യവസ്ഥകൾ സൂക്ഷ്മതയിൽ അനുസരിച്ചും ഹൃദയത്തിൽ അടിയുറച്ച ഇലാഹി ബോധം കൊണ്ട് കിട്ടുന്ന സമാധാനം കൊണ്ടാണ് ഇസ്ലാം സമാധാനത്തിന്റെ മതമാകുന്നത്. അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടവൻ പിന്നെ മറ്റെന്തിനാണ് കീഴ്പ്പെടുക? ശരീഅത്താകുന്ന അമാനത്ത് പാലിക്കുന്നവന്റെ ജീവിതം എങ്ങനെയാണോ ആവേണ്ടത് അതാണ് അവന്റെ നിലപാട്. അതല്ലാത്ത രണ്ടാമതൊരു നിലപാട് അവനുണ്ടാവില്ല. ഹൃദയത്തിൽ അടിയുറച്ച ഇലാഹി ബോധം കൊണ്ട് കിട്ടുന്ന തുറന്നതും സത്യസന്ധവും കലവറയില്ലാത്തതുമായ പെരുമാറ്റം ഇതായിരുന്നു നമ്മുടെ പൂർവികരുടെ രീതിയും അവരുടെ പ്രബോധന രീതിയും. ആയതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാതെ തന്നെ ജനം അവരുടെ ചുറ്റും കൂടുമായിരുന്നു. അവരെ നാം ഭൂമിയിൽ പല വിഭാഗങ്ങളായി വ്യാപിപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ നല്ലവരും അല്ലാത്തവരും ഉണ്ട്. നന്മകൾ കൊണ്ടും
തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുകയും ചെയ്തു. അവർ സത്യത്തിലേക്ക് മടങ്ങാൻ സൂറത്തുൽ അഹ്റാഫ് 168. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ അനുഭവം, പരീക്ഷണങ്ങൾ നിങ്ങൾക്കും വരാതെ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ കരുതിയോ? കഷ്ടതകളും ആപത്തുകളും അവരെ ബാധിച്ചു. അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ദൂതരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ചോദിക്കുവോളം അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു. അറിയുക, അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. സൂറത്തുൽ ബഖറ 214. അല്ലാഹു മനുഷ്യരെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കും. സത്യവിശ്വാസികളും സത്യനിഷേധികളും ഇങ്ങനെ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. സത്യവിശ്വാസം സ്വീകരിക്കുന്നതോടൊപ്പം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ സഹനത്തോടും ക്ഷമയോടും നേരിടുകയും വേണം. താൻ സത്യവിശ്വാസിയാണെന്ന് പറയുകയും മതത്തിന്റെ ചില നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുകയും ചെയ്തത് കൊണ്ട് ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. അല്ലാഹുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുകയും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ പരീക്ഷണം തരണം ചെയ്യുമ്പോഴാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുക. തുർമുദി. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടെ പാലിക്കേണ്ടവരായ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമാനത്ത് എന്ന സന്ദേശവും അതിന്റെ ദൗത്യവും ഏറ്റവും പ്രകടവും പ്രസക്തവുമായി വരുന്ന ഒരു കാലമാണിത്. സത്യവിശ്വാസികളെ പരീക്ഷിക്കുക എന്നത് അല്ലാഹുവിന്റെ നടപടിക്രമമാകുന്നു. പ്രവാചകന്മാർ ഉൾപ്പെടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെയെല്ലാം അല്ലാഹു പരീക്ഷണ വിധേയരാക്കിയിരിക്കുന്നു. സത്യവിശ്വാസികൾ പരീക്ഷണങ്ങളെ ക്ഷമയോടും സഹനത്തോടും കൂടി നേരിടും. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ പതറിപ്പോവുകയും കൂടുതൽ സത്യനിഷേധത്തിലേക്ക് വഴുതിപ്പോവുകയും ചെയ്യും. അങ്ങനെ സത്യസന്ധർ ആരാണെന്നും സത്യനിഷേധികൾ ആരാണെന്നും അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അന്ത്യദിനത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകിയ അമാനത്ത് ഇത്രയേറെ സൂക്ഷ്മതയോടെയും കണിശതയോടെയും നിർവഹിക്കേണ്ട മഹത്തായ ഉത്തരവാദിത്വമായി മാറിയ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. കാരണം നാം അത്രമാത്രം വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയും അനുഭവിക്കുകയും ഇഷ്ടാനുസരണം ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. സദാചാരവും നിയമവാഴ്ചയും തമ്മിലുണ്ടായിരുന്ന പൊക്കിൽ കൊടി ബന്ധം ഏതാണ്ട് അറുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞു. പല നാടുകളിലും സത്യവിശ്വാസികളെ നിങ്ങൾ നമ്മുടെയും മറ്റു സർവ്വതിന്റെയും സൃഷ്ടാവും സന്ദർശകൻ ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും പ്രവാചകർക്ക് നൽകിയ പുരാണിക നിയമവിധി വ്യവസ്ഥയിലും വിശ്വസിക്കുന്നില്ലേ? അവർ അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെടുന്നില്ലേ? അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നില്ലേ? അല്ലാഹു പൊറുക്കുന്നവനും മഹാകാരുണ്യകനുമാകുന്നു. സൂറത്തുൽ മാഇദ 74. ആരെങ്കിലും തിന്മ ചെയ്യുകയോ സ്വന്തത്തോട് അതിക്രമം കാണിക്കുകയോ ചെയ്യുകയും പിന്നീട് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അല്ലാഹുവിനെ പൊറുക്കുന്നവനും മഹാകാരുണ്യകനുമായി അവർ കണ്ടെത്തുന്നതാണ്. സൂറത്തുൽ നിസാ 110. തീർച്ചയായും മുസ്ലിമീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും ഈമാനുള്ള പുരുഷന്മാരും സ്ത്രീകളും ഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും ക്ഷമയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഭയപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും നോമനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അല്ലാഹുവിനെ ധാരാളം ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇവർക്കെല്ലാം അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബ് 35. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്വഭാവികളും സത്യവിശ്വാസികളും ആയവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലവും പാപമോചനവും നൽകുന്നതാണ്. അവർ സ്ത്രീകളായാലും
പുരുഷന്മാരായാലും സ്ത്രീകളാണെന്നത് കൊണ്ട് പ്രതിഫലം കുറയുകയോ പുരുഷന്മാരാണെന്നത് കൊണ്ട് പ്രതിഫലം കൂടുകയോ ഇല്ല എന്നാണ് ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. ഹസ്രത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല ഇങ്ങനെ പറയുകയുണ്ടായി, ആദമിന്റെ പുത്ര, നിന്റെ പക്കൽ നിന്ന് എത്ര തവണ പാപങ്ങൾ ഉണ്ടായാലും നീ എന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും. ഞാൻ അതൊന്നും പ്രശ്നമാക്കുന്നില്ല. ആദമിന്റെ പുത്ര, നിന്റെ പാപങ്ങൾ മേഘപടലങ്ങളോളം വലുതായാലും നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഞാൻ പൊറത്തു തരും. ആദമിന്റെ പുത്ര, എന്നോട് ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഭൂമി മുഴുവനും പാപങ്ങളുമായി അഥവാ തെറ്റുകളുമായി നീ എന്റെ അടുത്ത് വന്നാൽ ഭൂമി നിറയെ പാപമോചനം നിനക്ക് ഞാൻ സമ്മാനമായി നൽകും. തുർമുദി. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഒരു കണ്ണും കാണുകയും ഒരു കാതും കേൾക്കുകയും ഒരു ഹൃദയവും ഊഹിക്കുകയും ചെയ്തിട്ടില്ലാത്ത സുഖസൗകര്യങ്ങളാണ് അനുവൃത്തരായ ദാസന്മാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും വേണമെങ്കിൽ ഓതിക്കൊള്ളുക. തങ്ങളുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് അവർക്ക് രഹസ്യമായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ഒരു മനുഷ്യനും അറിയുകയില്ല. സൂറത്ത് സജദ 17. നബി പറയുക, ഇതാണ് എന്റെ മാർഗം, ഞാനും എന്നെ പിന്തുടരുന്നവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ്. സൂറത്ത് യൂസഫ് 108. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും ഇത് സ്വീകരിക്കാതെ അസത്യത്തിന്റെ മാർഗം പുണരുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെ തടഞ്ഞു നിർത്തി സത്യത്തിന്റെ മാർഗത്തിലേക്ക് ബലമായി കൊണ്ടുവരിക എന്ന പതിവ് അല്ലാഹുവിനില്ല. അവരെ തങ്ങളുടെ വഴിയിലൂടെ തെളിക്കുകയും പിന്നീട് കരുണശിക്ഷ നൽകുകയുമാണ് അവന്റെ രീതി. ആയതിനാൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഖുർആൻ ഇത് നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് മുമ്പും അല്ലാഹു നബിമാരെ അയച്ചിരുന്നു, അവർക്ക് ബോധനം നൽകിയിരുന്നു. ആ പ്രവാചകരുടെ ക്ഷണം നിരസിച്ച ജനതകളുടെ ദാരുണമായ അന്ത്യത്തിന്റെ പല സൂചനകളും ഇന്നും ഭൂമിയിൽ കാണാം. സഞ്ചരിക്കുകയും ചിന്തിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് പലതും ഉൾക്കൊള്ളാൻ കഴിയും. ഇതാണ് റസൂലിന്റെ വഴി. ഇതാണ് എല്ലാ മുർസലീങ്ങളുടെയും എല്ലാ അമ്പിയാക്കളുടെയും ബദരീങ്ങളുടെയും മുഹ്ദിങ്ങളുടെയും എല്ലാ ഔലിയാക്കളുടെയും ഇമാമികളുടെയും വഴി. മറിച്ചൊരു വഴിയും ഇവിടെ സാധ്യമാണ്, അതായത് പിശാചിന്റെ വഴി. എന്നാൽ അതുകൊണ്ട് മാത്രം ദുനിയാവും പോലും കിട്ടിയെന്നും വരില്ല. അങ്ങനെയും വിചാരിക്കുന്നവരുമുണ്ട്. തൽക്കാലം ദുനിയാവ് കിട്ടട്ടെ, പരലോകത്തിന്റെ സാവകാശം പിന്നീട് ചിന്തിക്കാമെന്ന് വെക്കുന്നതും നടക്കില്ല മക്കളെ. കാരണം ഖുർആൻ നിങ്ങളോട് പറയുന്നു, അതല്ല മനുഷ്യന് അവൻ ഇച്ഛിക്കുന്നതെല്ലാം ലഭിക്കുമെന്നുണ്ടോ? സൂറത്ത് നജ്മ് 24. വിശ്വസിച്ചവരെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മാർഗത്തിൽ നിന്ന് മടങ്ങി പോകുന്ന പക്ഷം അല്ലാഹുവിന് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. പകരം അല്ലാഹുവിനെ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം കാണിക്കുന്നവരും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമായ ഒരു ജനതയെ അള്ളാഹു താമസിയാതെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്നു അത്. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് കൊടുക്കുന്നു. സൂറത്തുൽ മാഇദ 54. ആദർശ ജ്ഞാനത്തിന്റെ താക്കോലുകൾ അവന്റെ പക്കലാണ്, അവനല്ലാതെ മറ്റാരും അത് അറിയുകയില്ല. കരയിലും കടലിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു. അവൻ അറിയാതെ ഒരു ഇലയും വീഴുന്നില്ല. ഭൂമിയുടെ അന്ധകാരത്തിൽ കിടക്കുന്ന ധാന്യമണിയോ പച്ചയോ ഉണക്കയോ ആയ എന്തെങ്കിലും ഒരു വസ്തുവോ അവന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. സൂറത്തുൽ അൻആം 59. മണ്ണിലും വിണ്ണിലും അവൻ തന്നെയാണ് അല്ലാഹു. നിങ്ങളുടെ രഹസ്യവും പരസ്യവും നിങ്ങൾ സമ്പാദിക്കുന്നത് എന്തെന്നും അവൻ അറിയുന്നു. സൂറത്തുൽ അൻആം
3. ആകാശത്തും ഭൂമിയിലുമുള്ള നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും നിങ്ങൾ സമ്പാദിക്കുന്നതെന്തും സൂക്ഷ്മതലത്തിലും ദൃഢതലത്തിലും അറിയുന്നവനാണ്. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. സൂറത്തുൽ ബഖറ 29. എത്ര എത്ര ജീവികളാണുള്ളത്, തങ്ങളുടെ ആഹാരം അവർ ചുമന്നു നടക്കുന്നില്ല. അല്ലാഹുവാണ് അവർക്കും നിങ്ങൾക്കും അപ്പപ്പോൾ ആഹാരം നൽകുന്നത്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സൂറത്തുൽ അൻകബൂത്ത് 60. ഇപ്രകാരം ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിക്കുന്നു അവർ ചിന്തിക്കാനും സത്യത്തിലേക്ക് മടങ്ങാനും വേണ്ടി. സൂറത്തുൽ അഹ്റാഫ് 174. ചിന്തിക്കുന്ന ജനതയ്ക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസികളാണെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടാൻ പരിശ്രമിക്കണം. ഇന്ന് നിങ്ങൾ വിശ്വസികളല്ലെങ്കിൽ പോലും ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ രക്ഷിതാവിനെ അറിയാൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ ആജ്ഞകളെ മൊത്തത്തിൽ രണ്ടായി തിരിക്കാം. അള്ളാഹുവിന്റെ ആജ്ഞകളോടുള്ള ആദരവും അള്ളാഹുവിന്റെ തെറ്റുകളോടുള്ള കാരുണ്യവും. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക എന്ന വാക്യം ഒന്നാമത്തെ ഇനമാണ് സൂചിപ്പിക്കുന്നത്. ഉബുബിയത്ത്, റുബുബിയത്ത് തുടങ്ങിയ എല്ലാ അനിവാര്യ കാര്യങ്ങളിലും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇതിനർത്ഥം. രണ്ടാമത്തെ ഇനം സാക്ഷ്യത്തിൽ സ്നേഹിതന്മാരോടും ബന്ധുക്കളോടും ചായ്വ് കാണിക്കുകയോ ശത്രുക്കൾക്കും വിരോധികൾക്കും നീതി തടയുകയോ അരുത്. എന്തെങ്കിലും പ്രശ്നത്തിൽ മധ്യസ്ഥം വഹിക്കുമ്പോഴും വഴക്കു പറഞ്ഞ് തീർക്കുമ്പോഴും തികഞ്ഞ നീതിയും നിഷ്പക്ഷതയും പുലർത്താൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാകുന്നു. അതെ, ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വിരോധം അവർക്ക് നീതി ചെയ്യുന്നതിന് തടസ്സമാകരുത്. ഇതൊരു പൊതു നിർദ്ദേശമാണ്. അപ്പോൾ അർത്ഥം ഇങ്ങനെ: ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വിരോധം അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകരുത്. അവർ നിങ്ങളോട് തിന്മ ചെയ്താലും നിങ്ങൾ അവരോട് നീതി കാണിക്കുകയാണ് വേണ്ടത്. അവർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം. അതെ, നീതിയോടെയും നിഷ്പക്ഷതയോടെയും മാത്രമേ സകല ജനതയോടും പെരുമാറാവൂ എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നു. ഒരുത്തരോട് ചായ്വ് കാണിക്കുകയും മറ്റു ചിലരോട് അതിക്രമം കാണിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കണം. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തത്. അവരോടുള്ള വിരോധം നീതിക്കു തടസ്സമാകരുത്. വിശ്വാസികളോടും അവിശ്വാസികളോടും നീതിയിൽ വർദ്ധിക്കണമെന്ന വലിയൊരു ഉണർത്തൽ ഇതിലുണ്ട്. തെറ്റായ വാക്ക് പറയുന്നതിൽ നിന്നും നിഷിദ്ധതരം ചിന്തുന്നതിൽ നിന്നും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും എന്തുകൊണ്ട് അവരെ സഹപ്രവർത്തകരെ തടയുന്നില്ല? വളരെ മോശമായ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മാഇദ 63. അതായത് തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും പല കക്ഷികളാവുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളത് കൊണ്ട് തൃപ്തരാണ്. സൂറത്തുൽ റൂം 32. എന്നിട്ടവർ തങ്ങളുടെ മതകാര്യം കഷ്ണം കഷ്ണമായി മുറിച്ച് വിവിധ കക്ഷികളായി ഓരോ വിഭാഗവും തങ്ങളുടെ പക്കലുള്ളത് കൊണ്ട് തൃപ്തരാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 53. നമ്മുടെ മതത്തെ ഭിന്നിപ്പിച്ചവർ വ്യത്യസ്ത കക്ഷികളായി ഓരോ കക്ഷിയും തങ്ങളുടെ ആശയങ്ങളും നിലപാടുകളും ശരിയെന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറം യാഥാർത്ഥ്യം ചിന്തിച്ചു മനസ്സിലാക്കാൻ അവർ ഉത്സുകരല്ല. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് ഹദീസിലുണ്ട്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായീലിലെ അമ്പിയാക്കന്മാരെ പോലെയാണെന്ന് മറ്റൊരു തിരുവചനത്തിലും കാണാം. പക്ഷേ ആത്മീയ പുരുഷന്മാരിലും ദീനി പണ്ഡിതന്മാരിലും ചിലർ വ്യാജന്മാരും അയോഗ്യരും ആയാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ ഏറ്റവും ദണ്ഡന മേൽക്കുന്നവൻ തന്റെ ജ്ഞാനം കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത പണ്ഡിതനാണ്. ഒരു പണ്ഡിതന് അബദ്ധം പറ്റിയാൽ അതുമൂലം വലിയൊരു സമൂഹത്തിനാണ് അബദ്ധം പറ്റുന്നത്. പക്ഷേ തങ്ങൾക്കിടയിൽ മതകാര്യത്തെ മനുഷ്യൻ കഷ്ണം കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞു. അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്നവരാണ്. സൂറത്തുൽ അംബിയാ 93. അതെ, സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ സർവശക്തനായ ഒരു രാജാവിന്റെ സന്നിധിയിൽ. സൂറത്തുൽ ഖമർ 55. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏടുകളിലുമുണ്ട്. സൂറത്തുൽ ഖമർ 52. ഏറ്റവും വലിയ പിടുത്തുന്ന അവരെ പിടിക്കുന്ന ദിവസം, അന്ന് നാം പ്രതികാര നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ ദുഖാൻ 16. എന്നാൽ പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു.
സൂറത്തുൽ തകാസൂർ 1. സ്വന്തം വീട്, ജീവിത വിഭവങ്ങൾ അഥവാ വാഹനങ്ങൾ, പല സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്യോന്യം പെരുപ്പം കാണിക്കാനുള്ള കാര്യങ്ങളിൽ പല സംഘങ്ങളായി പ്രവണത മനുഷ്യ സഹജമായ ഒന്നാണ്. ആവശ്യമല്ല അവിടെ പരിഗണിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ പലവിധ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന വ്യാമോഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ ധാരാളം മതശാസനകളും ധാർമ്മിക മൂല്യങ്ങളും മറന്നുകളയുന്നു. ഒരുപാട് സമ്പത്ത് താൻ ചെലവഴിച്ചുവെന്ന് അവൻ വീമ്പ് പറയുന്നു. സൂറത്തുൽ ബലദ് 6. തന്നെ ആരും കണ്ടില്ലെന്ന് അവൻ കരുതുന്നുവോ? സൂറത്തുൽ ബലദ് 7. നിങ്ങളുടെ മേൽ സൂക്ഷ്മ വീക്ഷണം നടത്തുന്ന മലക്കുകളിൽ ചിലരുണ്ട്, ആദരണീയരും നന്മയും തിന്മയും എഴുതി വെക്കുന്നവരുമായവർ. സൂറത്തുൽ ഇൻഫിത്താർ 10-11. എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിൽ ഉള്ളത് ഇളക്കി വരച്ച് പുറന്തള്ളപ്പെടുകയും ഹൃദയത്തിലുള്ളത് പുറത്താക്കപ്പെടുകയും ചെയ്യുമ്പോൾ. സൂറത്തുൽ ആദിയാത്ത് 9-10. ഖബറുകളിലുള്ളത് പുറന്തള്ളപ്പെടുകയും ഹൃദയ രഹസ്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അന്ന് ഉചിതമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. സൂറത്തുൽ ആദിയാത്ത് 7. ചിന്തിക്കുക, നാം അവർക്ക് മനുഷ്യർക്ക് കുറെ വർഷങ്ങൾ സുഖം നൽകുകയും പിന്നീട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ശിക്ഷ അവർക്ക് വന്നെത്തുകയും ചെയ്താൽ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖം ആ ശിക്ഷയെ തടുക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? ഒരിക്കലുമില്ല. സൂറത്ത് ഷുഅറാഹ് 205, 206, 207. അതോ നമ്മുടെ പിടിയിൽ പെടാതെ കടന്നു കളയാമെന്ന് തിന്മകൾ പ്രവർത്തിക്കുന്നവർ കരുതിയോ? അവർ തീരുമാനം വളരെ ചീത്ത തന്നെ. സൂറത്തുൽ അൻകബൂത്ത് 4. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അൽ-ബഖറ 237. ഇനി ഇവിടെ നിന്ന് മരണം മുഖേന താങ്കളെ നാം കൊണ്ടുപോയാൽ അവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. സൂറത്ത് സുറൂഫ് 41. അതെ, നിങ്ങളുടെ ഒരു അവസ്ഥയും കൃത്യമല്ലാത്ത വിധം അവൻ എല്ലാം അറിയുന്നവനാണ്. അനന്തരം അനുസരിക്കുന്നവർക്ക് വാഗ്ദാനവും ധിക്കരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരാനും മുമ്പുള്ളവരുടെ ചര്യകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. അല്ലാഹു സർവജ്ഞനും അന്തർജ്ഞനുമാകുന്നു. സൂറത്തുൻ നിസാഇ 26. നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതേസമയം ദേഹച്ചകളെ പിൻപറ്റുന്നവർ നിങ്ങൾ സത്യത്തിൽ നിന്നു പറ്റേ വ്യതിചലിച്ചു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസാഇ 27. അവൻ തന്നെയാണ് പലവിധ അനുഗ്രഹങ്ങൾ ചെയ്ത് ചിരിപ്പിക്കുകയും പലവിധ കഷ്ടനഷ്ടങ്ങൾ ചെയ്ത് കരയിപ്പിക്കുകയും ചെയ്തത് എന്നും. സൂറത്തുൻ നജ്മ് 43. ഭൂമിയെ അവൻ തെറ്റുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. സൂറത്തുർ റഹ്മാൻ 10. ഭൂമിയെ നാം ജീവനുള്ളവരെയും മരണമടഞ്ഞവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ. സൂറത്തുൽ മുർസലാത്ത് 25, 26. അങ്ങനെ നാം എല്ലാം കണക്കാക്കി വ്യവസ്ഥ ചെയ്തു. അപ്പോൾ നാം എത്ര നല്ല കഴിവുള്ളവരാണ്. സൂറത്തുൽ മുർസലാത്ത് 23. അവൻ തന്റെ അടിമകളുടെ മേൽ പരമാധികാരിയാകുന്നു. സൂറത്തുൽ അൻആം 18. ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ ലളിതമാക്കുക തന്നെ ചെയ്തു. ചിന്തിക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഖമർ 22. അമാനത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. മനുഷ്യൻ ചെയ്യുന്ന നന്മയും തിന്മയുമായ പ്രവർത്തനങ്ങൾ മലക്കുകൾ അപ്പോൾ തന്നെ എഴുതി രേഖപ്പെടുത്തി വെക്കും. ഭാരം ചുമക്കുന്നത് പോലെ ഈ കർമ്മരേഖയിൽ ചുമന്നാണ് മനുഷ്യൻ നടക്കുന്നത്. എല്ലാവർക്കും തങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അന്ത്യനാളിൽ അല്ലാഹു നൽകും. തുറന്ന പുസ്തകമായിരിക്കും ഓരോരുത്തർക്കും നൽകുക. മലക്കുകൾ എഴുതി വെച്ച രേഖയായിരിക്കും അത്. അല്ലാഹുവിന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾ വിശ്വസിക്കാത്തവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അറിവും ബുദ്ധിയുമുള്ള സത്യാന്വേഷകർ ഖുർആൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അത് സുവ്യക്തമാണ്, സത്യസന്ധമാണ്. സ്വച്ഛമായ വേദക്കാരും ഖുർആൻ അംഗീകരിക്കും. ഖുർആനിനെ കുറിച്ചും അന്ത്യനബിയെ കുറിച്ചും തങ്ങളുടെ വേദങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ലോകത്ത് വെച്ച് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവരെ വിചാരണ ചെയ്ത് പ്രതിഫലവും ശിക്ഷയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുന്നു. ആ ദിവസത്തിന്റെ പൂർണ്ണമായ ആധിപത്യവും ഉടമസ്ഥതയും അല്ലാഹുവിനാകുന്നു.
അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലേ. സൂറത്തുൽ 8. സ്വന്തം പ്രവർത്തനങ്ങൾ മൂലം ഒരു വിഭാഗം മനുഷ്യർ ഉത്കൃഷ്ടരും മറ്റൊരു വിഭാഗം അധമരും ആയി തീരുമെങ്കിൽ ഉത്കൃഷ്ടർക്ക് പ്രതിഫലവും അധമർക്ക് ശിക്ഷയും നൽകണമെന്നത് ന്യായം മാത്രമല്ലേ. വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവായ അള്ളാഹു അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ഒരു ന്യായീകരണവും അതിനില്ല. ന്യായയുക്തിയുമായ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം വന്നെടുക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൃപ്തിപ്പെടാത്ത സദാചാര കാര്യങ്ങളിൽ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ആയാലും കുടുംബമായി കഴിയുന്ന സ്ത്രീയും പുരുഷനും ആയാലും വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിലും ഇസ്ലാമിന്റെ നിയമവിധി അനുസരിച്ച് നിക്കാഹ് ചെയ്യാത്ത പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിതം നയിക്കുന്നത് ദീനിൽ അനുവദനീയമല്ല. കുടുംബ ജീവിതത്തെക്കാൾ വ്യക്തി സ്വാതന്ത്ര്യ ജീവിതം എന്നതിലാണ് മുൻഗണന നൽകുന്നത് എങ്കിൽ ഇനി ഓരോ കുടുംബ ജീവിതവും എവിടെ എത്തും? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഒരുവനോ ഒരുവളോ പരസ്യമായി തെറ്റു ചെയ്താലും രഹസ്യമായി തെറ്റു ചെയ്താലും ആരും ഇടപെടുകയില്ല എന്ന അവസ്ഥയിലാണ് പൊതു നിയമം. മാത്രമല്ല പൊതുബോധം പോലും. ഈ അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അസത്യനാണെന്ന് താങ്കൾ ധരിക്കരുത്. വ്യക്തികൾ മേൽപോട്ട് പൊങ്ങുന്ന ഒരു ദിവസം വരെ മാത്രമേ അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയുള്ളൂ. സൂറത്ത് ഇബ്രാഹിം 42. അതുകൊണ്ട് ആളിക്കത്തുന്ന നരകത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ലൈൽ 14. നാം നമ്മുടെ ദാസനെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിനെ വിട്ടു നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിക്കുകയും ചെയ്യുക. നിങ്ങൾ സത്യവന്മാരാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സൂറത്തുൽ ബഖറ 23. നമ്മുടെ ദാസൻ എന്ന് പറഞ്ഞത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവുന്നു. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ സൃഷ്ടിയല്ല. സർവ്വലോക സൃഷ്ടാവും സംരക്ഷക ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അള്ളാഹുവിന്റെ കലാം സംസാരം ആണത്. അതിനുള്ള തെളിവ് ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവരും ആവർത്തിച്ചു വായിച്ചാൽ അത് മനുഷ്യ സൃഷ്ടിയല്ലെന്ന് ആർക്കും ബോധ്യമാകും. അതിനുള്ള ഏറ്റവും വലിയ മറ്റൊരു തെളിവും ആവശ്യമില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് ഇനി മനസ്സിലാക്കിയിട്ടില്ലേ? സൂറത്തുൽ മുജാദില 7. തീർച്ചയായും മനുഷ്യരെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതിന് അറിയുന്നുണ്ട്. അവന്റെ കന്ധനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണ്. സൂറത്ത് ഖാഫ് 16. ഭൂമിയിലോ ആകാശത്തോ ഒരു കാര്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാവുകയില്ല തന്നെ. സൂറത്ത് ആലി ഇമ്രാൻ 5. ആ നാലിന്റെ ഏകത്വത്തിന്റെ അടയാളങ്ങൾ ആകാശഭൂമികളിൽ മാത്രമല്ല അടങ്ങിയതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ആത്മാക്കളുടെയും ജനങ്ങളുടെയും ലോകത്തെ ഓരോ കണികയും അതിന് വ്യക്തമായ സാക്ഷ്യങ്ങളാകുന്നു. ഏകതയെ അജയ്യമാം വിധം അവൻ അടയാളപ്പെടുത്തുന്നു. അത്ഭുതകരമായ ഈ രഹസ്യങ്ങളും സൂക്ഷ്മ ബിന്ദുക്കളും ഉണർത്തിയതിനു ശേഷം വൈവിധ്യത്തിലും ഉള്ളടക്കത്തിലും ദൈവികത തെളിയിക്കുന്ന ചിന്തയ്ക്ക് ശക്തമായ പ്രേരണ നൽകുന്ന വിധം അള്ളാഹു പറയുന്നു. മനുഷ്യരുടെ ജീവിതാന്ത്യം സംഭവിക്കാനുള്ള അവധി അനുനിമിഷം അടുത്തു വരുന്നു എന്നും നിഷേധത്തിൽ തന്നെ മുഴുകിയവരായി മനുഷ്യർ നരകത്തിൽ ചെന്നെത്തുമെന്നതുമാണ് അതിന് സാരം. എങ്കിൽ ധൃതിയിൽ ആലോചന നടത്തുകയും ഈ കാഴ്ചയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ഭയാനകമായ അപകടത്തിൽ നിന്നും സ്വയം രക്ഷ നേടാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുക ബുദ്ധിശാലിക്ക് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലും അവ പുലരുന്നതിലും മരണാന്തര ജീവിതത്തിലും മനുഷ്യർ ആലോചിക്കുന്നില്ലേ? എന്നാൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു നാം ഇഷ്ടാനുസരണ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് നിങ്ങളെ വെറുതെ ശ്രദ്ധിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയോ? അൽ മുഅ്മിനൂൻ 115. പലതും കൂട്ടിച്ചേർന്ന ശുക്ലബിന്ദുവിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷിക്കുന്നതാണ്. അവനെ നാം കേൾക്കുന്നവനും കാണുന്നവനും ആക്കിയിരിക്കുന്നു. സൂറത്തുൽ ദഹർ 2. മനുഷ്യന് മറ്റൊരു ജീവിതം ഇല്ലെങ്കിൽ ഇത്രയും വ്യവസ്ഥാപിതമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൽ
എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഈ ഖുർആനിനു ശേഷം എന്ത് സന്ദേശമാണ് മനുഷ്യർ വിശ്വസിക്കുക? അതായത് മനുഷ്യ ജീവന്റെ ഉൽപ്പത്തി മുതൽ ഇഹലോക ജീവിതവും പരലോക ജീവിതവും വരെ നീണ്ടു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മുൻഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതുമായ വിജലമായ ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ മറ്റെന്താണ് മനുഷ്യർക്ക് വിശ്വസിക്കാനാവുക? അവർ സ്വയം ചിന്തിച്ചു നോക്കുന്നില്ലേ എങ്കിൽ അവർക്ക് മനസ്സിലാകും, ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും ന്യായമായ ഉദ്ദേശത്തോടും ഒരു നിശ്ചിത അവധിയോടും കൂടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. സൂറത്തുൽ റൂം 8. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി താൻ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. സൂറത്തുൽ അശ്ർ 18. സതുപദേശം ഏത് സമയത്തും സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും പരലോക ജീവിതത്തെ കുറിച്ചും ഓർമ്മിക്കുക. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ആ ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളായ പുരുഷന്മാരോടും സ്ത്രീകളോടും അള്ളാഹുവിന്റെ ഈ വചനത്തെയാണ് ഓർമ്മിപ്പിക്കാൻ ഉള്ളത്. തീർച്ചയായും നിങ്ങൾ സത്യവിശ്വാസികൾ ആണെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ മുഖവിലക്ക് എടുക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയും. സത്യവിശ്വാസിയാണോ അല്ലയോ എന്ന കാര്യം സ്വയം തന്നെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുക തന്നെ ചെയ്യും. ഈ വിലപ്പെട്ട നിർദ്ദേശം താഴെ പറയുന്നതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരം ഒരു നിമിഷ നേരത്തേക്ക് നമ്മുടെ കയ്യിൽ നാം എല്ലാ നേരത്തും കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ അല്പം മാറ്റിവെക്കുക. ഇന്നത്തെ ഈ ദിവസം, ഈ സമയം വരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകൾ നമ്മുടെ പരലോക ജീവിതത്തിനു വേണ്ടി അള്ളാഹു തൃപ്തിപ്പെടുന്നത് എന്തെല്ലാം നാം കണ്ടു, എന്തെല്ലാം നാം കേട്ടു, എന്തെല്ലാം നാം പ്രവർത്തിച്ചു, എന്തെല്ലാം കൊടുത്തു, എന്തെല്ലാം വാങ്ങി. ഇതുപോലെ തന്നെ നേരെ മറിച്ചും ഇന്ന് എന്തെല്ലാം അള്ളാഹു തൃപ്തിപ്പെടാത്തതിന്നു എത്ര മണിക്കൂർ, എത്ര നിമിഷം നാം ചെലവഴിച്ചു. അങ്ങനെ ഓരോ ദിവസവും താരതമ്യപ്പെടുത്തുക. ഇനിയുള്ള ജീവിതത്തിൽ ഓരോ മണിക്കൂറുകളും ആ പരീക്ഷയ്ക്ക് കൃത്യമായ ഉത്തരം രേഖപ്പെടുത്താനുള്ള മറുപടി പഠിച്ചു വെക്കാനുള്ള സമയങ്ങൾ ആണെന്ന് സ്വന്തം മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തേക്കുള്ള പരീക്ഷയിലെ ഒരു മത്സരാർത്ഥിയാണ് ഞാൻ എന്ന ചിന്തയിൽ അതിനു വേണ്ടി എന്തൊരുക്കമാണ് ചെയ്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. കാലത്ത് എഴുന്നേറ്റാൽ ഈ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മിലേക്ക് വിട്ടുതരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഓരോ മണിക്കൂറുകളിലും ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഒരുങ്ങിയാൽ നമ്മുടെ പരലോകം നമുക്ക് ഭദ്രമാക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും അനുസരിച്ചും അള്ളാഹു പ്രവാചകർക്ക് നൽകിയ ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകൾ സൂക്ഷ്മതയോടെ മാനിച്ചും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെട്ടും ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും രക്ഷാമാർഗം കാണിച്ചു കൊടുക്കും. അവരറിയാത്ത തരത്തിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. അള്ളാഹുവിനെ മാത്രം അവലംബിച്ചു സൽപ്രസ്താവിലൂടെ ചരിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാകുന്നു ഇത്. ഓരോ കാര്യത്തിനും അവൻ ഓരോ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. വിചാരിക്കാത്ത തരത്തിൽ അവൻ അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യും. ആരെങ്കിലും അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു മതി. തീർച്ചയായും അള്ളാഹു അവന്റെ കാര്യം നടപ്പിൽ വരുത്തുന്നവനാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹു തീർച്ചയായും ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തുൽ തലാഖ് 3. അതിനാൽ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലമായി കണ്ണുകൾക്ക് കുളിരേകുന്ന എന്തെല്ലാം വസ്തുക്കളാണ് അവർക്ക് രഹസ്യമായി ഒരുക്കി വെച്ചതെന്ന് ഒരാളും അറിയുകയില്ല. അള്ളാഹു നിശ്ചയിച്ച അതാത് കാലഘട്ടത്തിലും മതപരമായ അറിവുള്ളവർക്കും അറിവ് ഇല്ലാത്തവരുമായ പലർക്കും പല പട്ടുകളിലായി അവൻ നൽകുന്ന അധികാര നിർവഹണങ്ങൾ നടത്തുന്ന ഓരോരുത്തരും വിവിധ തരം ഏകാധിപതികളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണെന്ന് പറഞ്ഞതുപോലെ ആ ഓരോ വ്യക്തികളുടെയും അധികാര നിർവഹണത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും. എന്നാൽ ഇന്ന് അറിവുള്ള ഭരണാധികാരികൾ പോലും
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അമാനത്ത് എന്ന ശരീഅത്ത് പാടെ കൈയൊഴിഞ്ഞ ഇതുപോലൊരു കാലം മുമ്പുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാനത്ത് ഇല്ലാത്തവൻ ഈമാനില്ല. ആർക്ക് അമാനത്ത് ഇല്ലയോ അവൻ ഈമാനില്ല. അതായത് ഈമാൻ എന്നാൽ അമാനത്താണ്. അമാനത്ത് തന്നെയാണ് ഈമാൻ. നമ്മുടെ കണ്ണ്, കാത്, നാവും ചേർന്ന ശരീരം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിടുന്ന അമാനത്താണ്. നമ്മുടെ ബുദ്ധിയും മറ്റു അവയവങ്ങളും കഴിവുകളും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടെന്ന അമാനത്താണ്. നമ്മുടെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യയും നമ്മുടെ അനുയായികളും വിദ്യാർത്ഥികളും സ്ഥാപനങ്ങളും ജോലിയും നേതൃത്വവും നന്മക്കു വേണ്ടി നിലകൊള്ളുന്ന വിവിധ സംഘടനകളിലെ അംഗത്വവും എല്ലാം തന്നെ അമാനത്തിന്റെ പരിവർത്തനത്തിൽ വരുന്നു. അതുകൊണ്ട് ഈ അമാനത്തുകളുടെ നിർവഹണ കാര്യത്തിൽ അല്ലാഹുവിനും അവന്റെ റസൂലിനും വിശ്വസിക്കുകയും അന്ത്യദിനത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഓരോരുത്തരും അതീവ ജാഗ്രത പുലർത്തണമെന്നേ അല്ലാഹുവിനെ മുൻനിർത്തി ഞാനും നിങ്ങളുമായ ഇത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിൽ എത്തിക്കുന്ന എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. തീർച്ചയായും അവനും അഥവാ മനുഷ്യന് നാം നേർവഴി കാണിച്ചു കൊടുത്തു. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ നന്ദി കെട്ടവനായിരിക്കും. സൂറത്തുൽ ദഹർ 3. ജ്ഞാനാർജനത്തിനും വകതിരിവിനുമുള്ള ഉപാധികളും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുമെല്ലാം നൽകിയ ശേഷം അള്ളാഹു അവന് സന്മാർഗവും ദുർമാർഗവും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അഥവാ രക്ഷയുടെയും നാശത്തിന്റെയും മാർഗം വേർതിരിച്ചു കാണിച്ചു കൊടുത്തു. ഇനി അവന് വേണമെങ്കിൽ നന്ദിയുള്ളവനാവാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനുമാകാം. സന്മാർഗം കാണിച്ചു കൊടുത്ത ശേഷവും നിഷേധിക്കാനോ അനുസരിക്കാനോ രണ്ടിനുമുള്ള സ്വാതന്ത്ര്യവും നൽകി. അപ്പോൾ മനുഷ്യരും ജിന്നുമായവരെ നിങ്ങൾ ഇരുവരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതാണ് നിങ്ങൾ നിഷേധിക്കുക? സൂറത്തുർ റഹ്മാൻ 30. പറയുക, ഈ ഖുർആൻ സമാനമായി മറ്റൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി ഒത്തുകൂടുകയും അവർ അന്യോന്യം സഹായിക്കുകയും ചെയ്താൽ പോലും ഇതിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയുകയില്ല. സൂറത്ത് ബനി ഇസ്രായീൽ 88. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും നാം വെറുതെ ശില്പിച്ചതല്ല. സൂറത്ത് സ്വാദ് 27. ഉദയസ്ഥാനവും അസ്തമസ്ഥാനവും അള്ളാഹുവിന് ഉള്ളതാണ്. അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. അഥവാ തീർച്ചയായും അള്ളാഹു അവതാരം വിശാലമായവനും സർവജ്ഞനുമാകുന്നു. സൂറത്തുൽ ബഖറ 115. തീർച്ചയായും നാമാണ് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അനന്തര അവകാശം എടുക്കുന്നതും നാം തന്നെ. സൂറത്തുൽ ഹിജ്റ 23. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അന്യാശ്രയമില്ലാത്തവനുമായ അള്ളാഹുവിന് എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങും. സൂറത്തു ത്വാഹ 111. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് 2. മേൽ സൂചിത കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇതിനെതിരായതെല്ലാം തെറ്റാണെന്ന് അംഗീകരിക്കേണ്ടി വരും. കാരണം രണ്ടും കൂടി ശരിയാവുക എന്നതും രണ്ടും കൂടി പിഴക്കുക എന്നതും അസംഭവ്യമാണ്. തീർച്ചയായും താങ്കൾ ഈ ഖുർആൻ നൽകിയവൻ തിരിച്ചെത്തേണ്ട സ്ഥാനത്തേക്ക് താങ്കളെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. പറയുക, നേർവഴിയുമായി വന്നതാരെന്നും ദുർവഴിയിലാരെന്നും എന്റെ രക്ഷിതാവ് നന്നായി അറിയുന്നു. സൂറത്തുൽ ഖസസ് 85. ആര് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ അതിരു കടക്കുകയും യഹലോക ജീവിതത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്തുവോ നരകമാണ് തീർച്ചയായും അവന്റെ സങ്കേതം. സൂറത്തുൽ നാസിയാത്ത് 37, 38, 39. ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് മുമ്പിൽ ഇഹലോകത്ത് തന്നെ ചെറിയ ശിക്ഷയിൽ നിന്ന് ചിലതെല്ലാം അവരെ നാം ആസ്വദിപ്പിക്കും. അത് ഇക്കാര്യത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി. സൂറത്തുൽ സജ്ദ 21. ഒരു സമുദായവും അതിന്റെ അല്ലാഹു ഉദ്ദേശിക്കുന്ന അവധിയേക്കാൾ മുന്തുകയോ പിന്തുകയോ ഇല്ല. സൂറത്തുൽ ഹിജ്ർ കാരികളായ ഒരു ജനതയെയും ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് നശിപ്പിക്കുകയല്ല അള്ളാഹു ചെയ്യുക. അവർക്ക് വേണ്ടത്ര സാവകാശം കൊടുക്കും, തെറ്റ് തിരുത്താൻ അവസരം നൽകും, അവര് എത്തുമ്പോൾ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. മനുഷ്യ ചിന്തിക്കുക, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുകയും അവന് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെക്കുകയും മനുഷ്യനെ കാണാനും കേൾക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും എന്തും പ്രവർത്തിക്കാനുമുള്ള അവയവങ്ങളോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ എവിടെ നിന്ന് വന്നു
എവിടേക്ക് പോകുന്നു എന്ന് ചിന്തിക്കാത്തവരാണ് നമ്മുടെ സൃഷ്ടാവും സന്ദർശകനുമായ അള്ളാഹുവിന്റെ മഹ്ശർ എന്ന കോടതിക്ക് മുമ്പിൽ പരാജയപ്പെടുക. ചിന്തിക്കാത്ത പതിലും മൂകരുമാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും മികച്ച ജീവികൾ. സൂറത്തുൽ അൻഫാൽ 22. നമ്മുടെ വചനങ്ങൾ അവൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ് എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അവർ പറയും. സൂറത്തുൽ 13. ഇക്കാലികൾ സത്യത്തിൽ വിശ്വസിക്കുകയില്ല എന്ന താങ്കളുടെ രക്ഷിതാവിന്റെ വചനം അവിധം അവരിൽ പുലർന്നിരിക്കുന്നു. സൂറത്ത് യൂനുസ് 33. ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും വിനാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സൂറത്ത് റൂം 41. അബൂ ഹുറൈറ റളിയല്ലാഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹു പറയുന്നു, മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടാത്തതും എനിക്ക് യോജിക്കാത്തതുമായ കാര്യം എന്റെ പേരിൽ ആരോപിക്കുന്നു. അവൻ മനുഷ്യൻ കാലത്തെ വഴിക്കുന്നു. ഞാനാണ് കാലം, അതിന്റെ നിയന്താവ്. കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലാണ്, നിയന്ത്രണത്തിലാണ്. രാപ്പകലുകളെ മാറ്റി മറിക്കുന്നതും ഞാനാകുന്നു. മനുഷ്യൻ കാലത്തെ വഴിക്കുന്നു. സത്യനിഷേധം സ്വീകരിച്ച് അക്രമത്തിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ ഏത് സമയവും ശിക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും. ആ ഭയം ഇല്ലാതെ അക്രമങ്ങളിലും ദുർവൃത്തികളിലും നിരന്തരാകാൻ എല്ലാം നഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവർക്കേ സാധിക്കുകയുള്ളൂ. മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവർ നശിച്ചതിനു ശേഷം അതിനെ അനന്തരാവകാശമായി കരസ്ഥമാക്കിയവർക്കു ഇത് വ്യക്തമായിട്ടില്ലേ? സൂറത്തുൽ അഹ്റാഫ് 100. തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് ആ നാട്ടുകാർ നിർഭയരായി പോയോ? സൂറത്തുൽ അഹ്റാഫ് 97. അല്ലെങ്കിൽ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് ആ നാട്ടുകാർ നിർഭയരായി പോയോ? സൂറത്തുൽ അഹ്റാഫ് 98. തീർച്ചയായും നിങ്ങളുടെ ചുറ്റുമുള്ള ചില നാടുകളെയും നാം നശിപ്പിച്ചു, ദൃഷ്ടാന്തങ്ങൾ നാം വിവരിക്കുകയും ചെയ്തു. സൂറത്തുൽ അഹ്ഖാഫ് 27. അങ്ങനെ അക്രമം ചെയ്തുകൊണ്ടിരിക്കെ എത്ര നാട്ടുകാരെയാണ് നാം നശിപ്പിച്ചത്? അപ്പോൾ അവരതാ മേൽപ്പുരകളോടെ വീടടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായ എത്ര കിണറുകളും ഉയർത്തി നിർമ്മിക്കപ്പെട്ട എത്ര മാളികകളുമാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജ് 45. ലോകത്തെവിടെയും നാശങ്ങളും വിപത്തുകളും സംഭവിക്കുന്നതും മനുഷ്യരുടെ പിഴച്ച പ്രവർത്തനങ്ങളും വാക്കുകളും കാരണമായാണ്. കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ഉന്മൂലന നാശത്തിനു കാരണവും അവരുടെ ദുർവൃത്തികളായിരുന്നു. അവർ അനുസരിക്കുമായിരുന്നെങ്കിൽ അവർക്ക് സമൃദ്ധിയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. അവർ അള്ളാഹുവിലും മലാക്കന്മാരിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അവർക്ക് നിഷിദ്ധമാക്കുകയും നിരോധിക്കുകയും ചെയ്തത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് ആകാശത്തിന്റെയും സമൃദ്ധമായ സസ്യങ്ങളുടെയും ഫലങ്ങളുടെയും കന്നുകാലികളുടെയും വർധനവിലുടെയും സമാധാനവും നിർഭയത്വവും കൈവരുത്തുക വഴിയും ഭൂമിയുടെയും അനുഗ്രഹ കവാടങ്ങൾ നാം തുറന്നു കൊടുക്കുമായിരുന്നു. കൂട്ടരെ, അറിവുള്ള വിഷയത്തെ കുറിച്ച് നിങ്ങൾ തർക്കിച്ചു, എന്നാൽ യാതൊരു അറിവും ഇല്ലാത്ത വിഷയത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ പലതും അറിയുന്നില്ല. സൂറത്ത് ആലി ഇമ്രാൻ 66. മുൻഗാമികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ കാരണം അല്ലാഹു അവരെ നശിപ്പിച്ചു. അവരുടെ മാർഗം പിന്തുടർന്നാൽ അതേ അവസ്ഥ തന്നെയാണ് പിൻഗാമികൾക്കും വരാൻ പോകുന്നത്. അക്രമം, അനീതി, കൊല, ലഹരി പദാർത്ഥങ്ങൾ, ചതി, വിശ്വാസവഞ്ചന, അടിച്ചമർത്തൽ, തീവ്രവാദം, യുദ്ധം, ശൂന്യമായ വിമർശനം, ആക്ഷേപം, പരസ്പര നിന്ദ, പ്രമാണശൂന്യമായ അഭിപ്രായ ഭിന്നത, മാരക രോഗങ്ങൾ, രൂക്ഷമായി വരുന്ന ക്ഷോഭങ്ങൾ, കാട്ടുതീ, ഇവയാൽ ജനജീവിതം ദുസ്സഹവും ദുഷ്കരവുമായിത്തീരുന്നു. ഏകലോകത്ത് തന്നെ അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ രൂപമാണിത്. എത്രയോ നാടുകൾക്ക് അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് അവരെ പിടികൂടുകയും ചെയ്തു. മടക്കം എന്റെ അടുത്തേക്കാകുന്നു. സൂറത്തുൽ ഹജ്ജ് 48. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് നാം വേദനയേറിയ ശിക്ഷയും ഒരുക്കി വച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ
10 കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. ഈ കാണുന്ന സൗഭാഗ്യമൊന്നുമല്ല യഥാർത്ഥ സൗഭാഗ്യം, ഈ കാണുന്ന ദൗർഭാഗ്യമൊന്നുമല്ല യഥാർത്ഥ ദൗർഭാഗ്യം. അത് ശരിക്കും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അതെ, അത് അറിയാൻ തന്നെ പോവുകയാണ്. സൂറത്തു തകാസൂർ 4. വേണ്ട, നിങ്ങൾ നേർമാർഗം വിശ്വസിക്കാത്തവർ അറിയാൻ പോവുകയാണ്. സൂറത്തു തകാസൂർ 3. ഇപ്രകാരം ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിക്കുന്നു അവർ ചിന്തിക്കാനും സത്യത്തിലേക്ക് മടങ്ങാനും വേണ്ടി. സൂറത്തുൽ അഹ്റാഫ് 174. അപ്രകാരം നാം സ്വമേധയാ ഏറ്റെടുത്ത അമാനത്തിന്റെ വെളിച്ചത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുടെ ശ്രദ്ധക്കായി സമർപ്പിക്കുന്നു. എന്നാൽ നാം സ്വമേധയാ ഏറ്റെടുത്ത അമാനത്തെ ഞാൻ അള്ളാഹു അവതാരമായി നൽകിയ അറിവ് അനുസരിച്ച് ആ ഉത്തരവാദിത്വം ഞാനിവിടെ നിർവഹിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നവരും വായിച്ചവരും ഇത് മറ്റുള്ളവരിൽ എത്തിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനും അവന്റെ പ്രവാചകരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകളിലും അന്ത്യദിനത്തിലും അഥവാ പുനർദാന ദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും ഗൗരവപൂർവ്വം ചിന്തിക്കുക. ഇഹലോക ജീവിതം 2 തവണയില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം വിട്ടെറിഞ്ഞ് ഇഹലോകത്തിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പരലോകത്തേക്ക് നമ്മെ പറഞ്ഞയക്കുന്ന മരണം ഏത് നിമിഷവും നമ്മളിൽ സംഭവിക്കാം. അത് സത്യമായതുപോലെ അന്ത്യനാളിൽ അഥവാ പുനർദാന നാളിൽ നമ്മുടെ ശ്രദ്ധാവും സംരക്ഷകൻ ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അള്ളാഹു നമ്മെയും നമ്മുടെ മുൻഗാമികളെയും നമ്മുടെ പിൻഗാമികളായ സർവരെയും ഒരുമിച്ച് കൂട്ടുന്നതും അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞ മഹ്ശറ എന്ന കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നതും അള്ളാഹു നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള അറിവും വിശേഷ ബുദ്ധിയും നൽകിയ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മയുടെയും തിന്മയുടെയും കണക്കെടുത്ത് അവർക്ക് പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ നൽകുന്നതുമാണ് അന്ത്യനാൾ അഥവാ പുനരുദ്ധാന നാൾ. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചവർക്കൊഴികെ, അതായത് ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവുമായി ഉപകരിക്കാത്ത ദിവസം അവരെല്ലാവരുടെയും അഥവാ മനുഷ്യരെല്ലാവരുടെയും നിർണായ ഘട്ടം തന്നെയാണ്. സൂറത്തു ദുഖാൻ 40, 41, 42. അങ്ങനെ അതിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ കാതുകളും കണ്ണുകളും തൊലികളും തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവർക്കെതിരെ സാക്ഷി പറയും. സൂറത്ത് ഫുസിലത്ത് 20. നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്കുക, നിനക്കെതിരെ വിചാരണ നടത്താൻ ഇന്ന് നീ തന്നെ മതി എന്ന് അവനോട് പറയപ്പെടും. സൂറത്ത് ബനി ഇസ്രായീൽ 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാതൊരു പരിഭാഷകനെയും കൂടാതെ നിങ്ങളുടെ നിവേദനങ്ങൾ ഓരോരുത്തരുമായും തന്റെ നാഥൻ സംസാരിക്കുന്നതാണ്. ആ സമയത്ത് തന്റെ വലതുഭാഗത്ത് താൻ ചെയ്ത സൽക്കർമ്മങ്ങളും ഇടതുഭാഗത്ത് താൻ ചെയ്ത കർമ്മങ്ങളും എന്റെ മുമ്പിൽ നരകവുമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുകയില്ല. അതിനാൽ ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ വചനം ഓതി അത് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. 99 ദൽസല 4. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതിന്റെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അള്ളാഹും അവന്റെ റസൂലും ദൂതരുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദാസനും ദാസിയും ഭൂമുഖത്ത് വെച്ച് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഭൂമി വിളിച്ചു പറയും. ഇന്ന ദിവസം ഇന്നത് ചെയ്തില്ലേ എന്ന് അത് ചോദിക്കും. ഇത് തന്നെയാണ് അതിന്റെ വർത്തമാനങ്ങൾ. കുറുമതി അതിർത്ത് അബൂബർസത്തുബിനു ഉബൈദിൻ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഒരടിമയുടെ പാദങ്ങൾ നീങ്ങുകയില്ല. തന്റെ ആയുസ് എന്തിനാണ് കളഞ്ഞതെന്നും തന്റെ അറിവ് എന്ത് പ്രവർത്തനത്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്നും തന്റെ ധനം എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ വിനിയോഗിച്ചു എന്നും തന്റെ ശരീരം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്നും ചോദ്യം ചെയ്യപ്പെടാതെ കുറുമ്പതി. ഈ പറയുന്നത് എല്ലാം സത്യമാണ് എന്നതിനെല്ലാം അള്ളാഹുവിന്റെ അവതാരത്താൽ അരനൂറ്റാണ്ടിലേറെ കാലമായി ദിനംപ്രതി ദിക്റുകളും സലാത്തുകളും ഖുർആൻ പാരായണവും അന്നദാനവും മറ്റു ധാരാളം ദാനധർമ്മങ്ങളും അമ്പകുന്ന് കൊയാക്കയുടെ നിയന്ത്രണത്തിൽ നടന്നു വരുന്ന കൊയാക്ക ഫണ്ട് എന്ന ഈ സ്ഥാപനത്തിലെ പ്രവർത്തനം അള്ളാഹുവിന്റെ അപാരമായ
അനുഗ്രഹങ്ങളുടെ മഹത്തായ ഒരു നിദർശനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് എന്തെല്ലാമാണ് എന്നത് പല വർഷങ്ങളോളം ഈ സ്ഥാപനത്തിൽ വരുന്നവരും താമസിച്ചവരും പോയവരുമായി പല പതിനായിരക്കണക്കിന് ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് എന്നാലും ധാരാളം ആളുകൾ സ്ഥാപനത്തിൽ വരാത്തവരും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്തവരുമാണ്. ഒയൊക്കെ പറയുന്നത് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും അവൻ അളവറ്റ പ്രതീക്ഷ വെക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. വയക്ക് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചും അവന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ അവനെ തന്നെ സാക്ഷിയാക്കി അറിവിന്റെ ഏറ്റവും നന്മയായതിൽ മുന്നേറുന്നു. നമ്മുടെ ഹൃദയം എത്രത്തോളം അള്ളാഹുവിനോട് അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാകുന്നു. ഞാൻ ചോദിക്കുന്നത് ലഭിക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നത് സംഭവിക്കരുതെന്ന് കരുതുന്നത് ഒഴിഞ്ഞു പോകുന്നു. ഇത് ഈ നിമിഷവും സംഭവിക്കുന്നു. അടുത്ത നിമിഷം വയക്കയുടെയും മറ്റു എല്ലാവരുടെയും എല്ലാം തന്നെ അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അള്ളാഹുവിനെ നാം അറിയേണ്ട പ്രകാരം അറിഞ്ഞും അള്ളാഹുവിനോട് അടുക്കേണ്ടത് പ്രകാരം അടുത്തും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയാണെങ്കിൽ നാം കാണുന്നതും കേൾക്കുന്നതും നോക്കുന്നതും ദർശിക്കുന്നതുമെല്ലാം നാം അറിയാതെ തന്നെ അള്ളാഹു അവങ്കൽ നിന്നുള്ള അനുഗ്രഹമാക്കി മാറ്റുന്നു. എല്ലാം അള്ളാഹുവിൽ വരവേൽപ്പിച്ചും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിതം നയിക്കുന്ന അത്തരത്തിലുള്ളവർ എന്നും ഉണ്ടാവാം. ഖിയാമത്ത് നാളിലെ തുടക്കം അറിയിച്ചുകൊണ്ട് വീശിയടിക്കുന്ന തണുത്ത കുളിർക്കാറ്റിലും അവസാനത്തെ മൂമിനും സന്തോഷത്തോടെ റാഹത്തായി തന്റെ എല്ലാമായ റബ്ബിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നാമങ്ങൾ എല്ലായ്പ്പോഴും ഉരുവിടുന്ന അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിൻ നാമം ഉച്ചരിച്ചുകൊണ്ടുള്ള ഒടുവിലത്തിലെ ചുണ്ടനക്കം നിലക്കുന്നത് വരെ ഇത്തരം ആളുകൾ ഉണ്ടാവുന്നത് തുടരുമെന്ന് കൂടി അറിയിക്കട്ടെ. ഞങ്ങളും നിങ്ങളുമെല്ലാം ഒരു നിഴലുകൾ മാത്രമാണ്. എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. എല്ലാം സംഭവിപ്പിക്കുന്നതും ഓരോന്നും സംഭവിക്കരുതാത്തതും സംഭവിപ്പിക്കാതെ തടഞ്ഞു നിർത്തുന്നതും അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്മരണയിൽ എല്ലായ്പ്പോഴും മുഴുകി ലയിക്കുന്നവനായാൽ നമുക്ക് അള്ളാഹുവില്ലാതെ മറ്റാരും ആവശ്യമില്ല എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകും. കാരണം അവർ എവിടെ ഇരുന്നാലും അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ചു അവർക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് അവർക്കൊരു വിഷയം പോലും ആകില്ല എന്നാണ് കോയാക്ക് 100 നൂറ്റാണ്ടിലേറെയായി പറഞ്ഞു പോന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ അമാനത്ത് എന്ന സൗഖ്യം മാനിക്കുകയും അവന്റെ സൃഷ്ടികളോട് വാത്സല്യത്തോടെ വർത്തിക്കുകയുമാണ് അള്ളാഹുവിന്റെ പൊരുത്തവും സൗഭാഗ്യവും ലഭിക്കുന്നതിനു വേണ്ടതെന്ന് ഉണർത്തുന്ന ഖുർആന്റെ ആശയ വിശാലതയുടെ ഉദാഹരണ സാഗരത്തിലാണ് നാം ഇവിടെ സാക്ഷിയാവുന്നത്.